ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്പോക്കൺ വോള്യൂംസ്. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് GR ഇന്ദുഗോപൻ എഴുതി മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച സ്കാവഞ്ചർ എന്ന നോവലാണ്. ഈ GR ഇന്ദുഗോപന്റെ മർഡർ ഇൻ മദ്രാസ് എന്ന നോവൽ ഈ ചാനലിലൂടെ മുൻപ് നിങ്ങൾ കേട്ടതാണല്ലോ. അതുപോലെ തന്നെയുള്ള ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷനാണ് സ്കാവഞ്ചർ എന്ന ഈ നോവലും പറയുന്നത്. പക്ഷേ മർഡർ ഇൻ മദ്രാസ് യഥാർത്ഥമായി നടന്ന സംഭവമാണെങ്കിൽ ഇതങ്ങനെയല്ല. ഇത് എഴുത്തുകാരന്റെ ഭാവനയിലുണ്ടായ ഒരു ഫിക്ഷൻ സ്റ്റോറിയാണ്. ചില യഥാർത്ഥ സംഭവങ്ങൾ ഈ കഥ എഴുതാൻ പ്രചോദനമായെന്ന് മാത്രം. അപ്പോൾ നമുക്ക് നേരെ നോവലിലോട്ട് പോകാം. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SI പ്രാണകുമാർ ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെടുന്നു. എല്ലാ സാഹചര്യ തെളിവുകളും നീളുന്നത് മൃഗശാലയിലെ സ്കാവഞ്ചറായി വർക്ക് ചെയ്യുന്ന പച്ചൈ എന്ന ഒരു തമിഴ് പയ്യനിലേക്കാണ്. സ്കാവഞ്ചർ എന്നത് മൃഗശാലയിലെ ജോലിയുടെ ഒരു തസ്തികയാണ്. മൃഗശാലയിലെ മുതലകളടങ്ങുന്ന എല്ലാ ജീവികളുടെയും വിസർജ്യം വൃത്തിയാക്കുക എന്നതാണ് സ്കാവഞ്ചറുടെ ജോലി. ഈ സ്കാവഞ്ചറായി ജോലി ചെയ്യുന്ന തമിഴ് പയ്യനായ പച്ചൈ മുഖ്യ പ്രതിയായിട്ട് വരുന്ന SI പ്രാണകുമാറിന്റെ കൊലക്കേസ് അന്വേഷിക്കാനായി അച്യുത് എന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തുന്നതും പിന്നീട് ഈ കഥയിൽ ഉണ്ടാകുന്ന ടേണിംഗ് പോയിന്റ്സുമാണ് ഈ നോവലിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ കഥയുടെ ആരംഭത്തിൽ നമ്മൾ കാണുന്നത് സിദ്ധൻ ഉണ്ണി എന്ന ഒരാൾ മൃഗശാലയിൽ വന്ന് പച്ചൈ എന്ന പേരുള്ള ഒരാളെ അന്വേഷിക്കുന്നതാണ്. സിദ്ധൻ ഉണ്ണി അയാളെ കാണുമ്പോൾ പച്ചൈ ചീങ്കണ്ണികളുടെ കൂട്ടിൽ നിന്ന് അവയുടെ വിസർജ്യം വരുന്നതാണ്. സിദ്ധൻ ഉണ്ണി പച്ചയോട് ചോദിക്കുന്നുണ്ട്, പച്ചൈ എന്നല്ലേ നിങ്ങളുടെ പേര് എന്ന്. എന്നാൽ അവൻ മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ സിദ്ധൻ തന്നെ പരിചയപ്പെടുത്തുകയാണ്, എൻ്റെ പേര് സിദ്ധൻ ഉണ്ണി എന്നാണ്, ജ്ഞാനാംബിക പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നതെന്ന്. പക്ഷേ പച്ചൈ ഇത് കേട്ടിട്ടും കേൾക്കാത്തതുപോലെ അവന്റെ പണികൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും സിദ്ധൻ തുടർന്ന് പറയുന്നുണ്ട്, താൻ ഈ ജ്ഞാനാംബികയുടെ ഭർത്താവിന്റെ കൂടെ പട്ടാളത്തിലുണ്ടായിരുന്ന ആളാണെന്നും പിന്നെ ഏതോ ഒരു പവൻ എന്ന ആളുടെ ഡെഡ് ബോഡിയുടെ കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇത് പറഞ്ഞു തീർക്കാൻ സമ്മതിക്കാതെ പച്ചൈ സിദ്ധനോട് പറയുകയാണ്, എന്നെ ശല്യം ചെയ്യാതെ ഇവിടുന്ന് പോകാൻ. തമിഴിലാണ് അവൻ സംസാരിക്കുന്നത്. എങ്കിലും സിദ്ധൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, അന്ന് രാത്രി ശ്മശാനത്തിൽ വെച്ച് എന്നെ കണ്ടത് ഓർമ്മയില്ലേ എന്ന്. ഇത്രയും കൂടി ആയപ്പോൾ പച്ചൈ ശ്രദ്ധിക്കാതെ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് അവിടെ നടന്നു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിദ്ധൻ ഉണ്ണി അന്ന് തിരിച്ചു പോവുകയാണ്. അന്ന് പോയ ശേഷം അയാൾ കുറച്ചുനാൾ കഴിഞ്ഞ് വീണ്ടും പച്ചയ്യെ തേടി മൃഗശാലയിൽ എത്തുകയാണ്. അന്നവിടെ എത്തിയ സിദ്ധനുണ്ണി ആദ്യം കണ്ട ഒരു ജീവനക്കാരനോട് ചോദിക്കുന്നുണ്ട്, പച്ചൈ എവിടെയെന്ന്. അപ്പോൾ ഇയാളും ചോദിക്കുന്നു, നിങ്ങൾ എവിടെ നിന്നാണ്, എന്താണ് കാര്യമെന്ന്. അപ്പോൾ സിദ്ധനുണ്ണി പറയുന്നുണ്ട്, ഞാൻ അവൻ്റെ നാട്ടിൽ നിന്നാണ്, തിരുനെൽവേലിയിൽ നിന്നുമാണ് വരുന്നതെന്നും പറയുന്നു. അതോടൊപ്പം സിദ്ധനുണ്ണി തന്നെ അയാൾക്ക് പരിചയപ്പെടുത്തുന്നുമുണ്ട്. താൻ നാഗർകോവിലിൽ ഒരു ബാങ്ക് മാനേജറായി വർക്ക് ചെയ്യുകയാണെന്നാണ് സിദ്ധനുണ്ണി അയാളോട് പറയുന്നത്. അപ്പോൾ ആ ജീവനക്കാരൻ സിദ്ധനുണ്ണിയോട് പതിയെ പറയുകയാണ്, സാർ ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോ എന്ന്. അപ്പോൾ സിദ്ധനുണ്ണി ചോദിക്കുന്നു, എന്താണ് കാര്യമെന്ന്. അപ്പോൾ ഈ വർക്കർ പറയുകയാണ്, കുറച്ച് പ്രശ്നമാണ്, മ്യൂസിയം സ്റ്റേഷനിലെ ഒരു SI മരിച്ചിട്ടുണ്ട്, പച്ചയാണ് അയാളെ തട്ടിയതെന്ന് സംശയിക്കുന്നുവെന്ന്. ഇത് കേട്ട സിദ്ധനുണ്ണിക്ക് വല്ലാത്ത ഒരു അങ്കലാപ്പായി. ഇതേ സമയം മൃഗശാലയുടെ പരിസരത്തുള്ള ഒരു ഹൗസിംഗ് കോളനി, അവിടെ ഒരു വീടിന് മുൻപിൽ 2 പോലീസുകാരുടെ നടുവിൽ ശാന്തനായി നിൽക്കുകയാണ് പച്ചൈ. ആ വീടിന്റെ മുകൾ നിലയിലെ ബെഡ്റൂമിലായിരുന്നു SI പ്രാണകുമാറിന്റെ ജഡം കിടക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം മുട്ടിച്ചുള്ള കൊലയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തെ ആക്രമിച്ചതിന്റെ ചതവുകളും മുഖത്തൊക്കെയുണ്ട്. ഒരു ബോക്സിംഗ് ഗ്ലൗ വീടിന് പുറകിൽ നിന്നും കിട്ടുമ്പോൾ അതുകൊണ്ടാണ് മുഖത്തിടിച്ചതെന്നും പോലീസ് കരുതപ്പെടുന്നുണ്ട്. പോലീസിന്റെ ആദ്യ അന്വേഷണത്തിൽ കണ്ട കാര്യങ്ങൾ, ആ വീടിന്റെ മുൻവാതിൽ പൂട്ടിയിരുന്നില്ല. പക്ഷേ മുകൾ നിലയിലെ ടെറസിലേക്കുള്ള വാതിലിന്റെ ഒരു സ്ക്രൂ അപ്രത്യക്ഷമായി ഇരുന്നത് കൊണ്ട് തന്നെ ഒന്ന് തള്ളിയാൽ തുറക്കാൻ പറ്റുന്ന വാതിലായിരുന്നു അതെന്നും അതുവഴി ആയിരിക്കാം ആരോ അകത്ത് കടന്നതെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അവിടെ കണ്ട കാൽപ്പാടുകൾ വെച്ച് പോലീസ് പറയുന്നത്, കൊല നടന്ന ദിവസമോ അതിനു മുൻപുള്ള പല ദിവസങ്ങളിലായിട്ടോ ആരൊക്കെയോ ഈ പാരപ്പറ്റിലൂടെ വന്ന് ആ വാതിലിലൂടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെന്നാണ്. ഇത് ഒരു സെൻസേഷണലായ വിഷയമായതുകൊണ്ട് തന്നെ 3-ാം ദിവസമായപ്പോഴേക്കും DGP ഈ കേസ് ക്രൈം ബ്രാഞ്ചിന് കൈമാറുന്നുണ്ട്. CI അച്യുത് ശങ്കറിനാണ് ഇതിന്റെ ചുമതല ലഭിച്ചത്. അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാനായിട്ട് SI ആന്റണി വിൻസെന്റുമുണ്ട്. ക്രൈം സീൻ പരിശോധിച്ച ശേഷം CI അച്യുത് ശങ്കർ തിരികെ വീട്ടിലെത്തിയ ശേഷം വസ്ത്രം മാറുന്നതിനിടയിൽ തന്റെ വയറിൽ എന്തോ ഒരു ചുവന്ന പാട് ശ്രദ്ധിക്കുന്നു.
സൂക്ഷ്മതയോടെ നോക്കിയപ്പോൾ ഒരു തരത്തിലുള്ള എന്തോ ചെള്ള് തൻ്റെ വയറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതായി അദ്ദേഹം കാണുന്നുണ്ട്. അത് ശരിക്കും ഒരു മാൻ ചെള്ളാണെന്ന് വിദഗ്ധന്മാർ അദ്ദേഹത്തോട് പറയുന്നുമുണ്ട്. ഒരു മാൻ ചെള്ള് എങ്ങനെ ഈ വാടക വീട്ടിൽ വന്നു എന്നുള്ളതിനെ പറ്റി SI ആന്റണി CI അച്യുത് ശങ്കറിനോട് വിവരിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാരണം, ഇദ്ദേഹം കൊല്ലപ്പെട്ടത് മൃഗശാലയ്ക്കടുത്തുള്ള ഒരു വീട്ടിലാണ്. പിന്നെയുള്ളത് മൃഗശാലയിലെ ജീവനക്കാരായ വെറ്ററിനറി സർജൻ ഡോക്ടർ ഡാവിഞ്ചി പ്രഭാകരനും മൃഗശാലയിലെ സ്കാവഞ്ചറായ പിച്ചൈ എന്നിവരും ഇദ്ദേഹത്തോടൊപ്പം ഈ വാടക വീട്ടിൽ ഒന്നിച്ചു താമസിക്കുന്നവരാണ്. നമ്മൾ പറഞ്ഞ സ്കാവഞ്ചറായ പച്ചൈ എന്ന തമിഴ് പയ്യനെ പലപ്പോഴും മൃഗശാലയിലെ ജീവനക്കാർ പിച്ചൈ എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ 2 കാര്യങ്ങൾ കൊണ്ടാവാം ഈ മാൻ ചെള്ള് ഈ ക്രൈം സ്പോട്ടിൽ എത്തിയതെന്നാണ് ആന്റണി അച്യുത് ശങ്കറിന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ CI ശങ്കറിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. CI ശങ്കറും ആന്റണിയും ഇപ്പോൾ കൊല്ലപ്പെട്ട SI പ്രാണകുമാറിന്റെ വീട്ടിൽ അന്വേഷണത്തിന് വന്നിരിക്കുകയാണ്. പ്രാണകുമാറിന്റെ ഭാര്യയും ഒരു SI തന്നെയാണ്. അവരുടെ പേര് മേരി പുഷ്പം. അവരും ക്രൈംബ്രാഞ്ചിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് CI ശങ്കറിന്റെ കൊളീഗാണ് SI പ്രാണകുമാറിന്റെ ഭാര്യ. മേരി പുഷ്പം പറയുന്നത് കുറച്ചു നാളുകളായി SI പ്രാണകുമാർ അവരുമായി അത്ര നല്ല റിലേഷനിൽ അല്ലായിരുന്നുവെന്നാണ്. ഇവർക്ക് എറണാകുളത്ത് BSc നഴ്സിംഗിന് പഠിക്കുന്ന ഒരു മകളുണ്ട്. മകളുടെ ഭാവിയെ ബാധിക്കുമെന്ന് കരുതിയാണ് SI പ്രാണകുമാറും ഭാര്യ മേരി പുഷ്പവും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പുറത്തൊന്നും അറിയിക്കാതെ കൊണ്ടുപോയത്. അവസാനമായിട്ട് മേരി പ്രാണകുമാറിനെ കണ്ടത് 1 മാസം മുമ്പാണെന്നും മകളുടെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോയതാണെന്ന് എന്നും മേരി പറയുന്നുണ്ട്. നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ എന്ന് മേരിയോട് ചോദിക്കുമ്പോൾ മേരി പറയുന്നത്, ഈ കാര്യത്തിലൊന്നും എനിക്കിനി വലിയ താല്പര്യമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരോട് ചോദിച്ചു നോക്കാനാണ് പറയുന്നത്. മൃഗശാലയിലെ ഡോക്ടർ ഡാവിഞ്ചിയുമായിട്ട് പ്രാണകുമാർ നല്ല സൗഹൃദത്തിലാണെന്നും അയാളോട് ചോദിച്ചാൽ എന്തെങ്കിലും അറിയാൻ കഴിയുമെന്നുമാണ് മേരി പറയുന്നത്. അതുപോലെ മരിച്ച ദിവസവും ഇവർ 2 പേരും ചേർന്ന് ആ വീട്ടിൽ ഭയങ്കര കള്ളുകുടിയും ബഹളവും ഒക്കെ ആയിരുന്നു എന്നും മേരി പറയുന്നുണ്ട്. പ്രാണകുമാർ മ്യൂസിയം സ്റ്റേഷനിലായിട്ട് എത്ര നാളായി എന്ന് ചോദിക്കുമ്പോൾ മേരി പറയുന്നത് 10-23 കൊല്ലത്തെ സർവീസ് ഉണ്ടെന്നാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ മ്യൂസിയം സ്റ്റേഷനിൽ നിന്നും അയാളെ മറ്റെങ്ങോട്ടെങ്കിലും മാറ്റിയാലും അയാളുടെ സ്വാധീനം ഉപയോഗിച്ച് വീണ്ടും തിരിച്ചവിടെ തന്നെ വരുമെന്നും മേരി പറയുന്നുണ്ട്. ആ സമയത്ത് അവിടെ അണുനാശിനി സ്പ്രേ ചെയ്യുന്നത് കണ്ടപ്പോൾ അതെന്തിനാണെന്ന് CI ശങ്കർ മേരിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇവിടെ ഒരുതരം ചെള്ളുണ്ടെന്നും അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് മരുന്ന് സ്പ്രേ ചെയ്യുന്നതുമെന്നുമാണ്. ഇത് കേട്ട അച്യുത് ശങ്കർ തന്നെ അന്ന് കടിച്ച ആ മാൻചെള്ളിന്റെ ഫോട്ടോ ഫോണിൽ എടുത്തു വെച്ചിരുന്നത് കൊണ്ട് തന്നെ അത് മേരിയെ കാണിച്ചിട്ട് ഈ ചെള്ളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മേരി ഇത് തന്നെയാണെന്നും ഇത് കടിച്ചാൽ ഭയങ്കര ചൊറിച്ചിലാണെന്നും ചുവന്ന് തടിച്ചു വരുമെന്നും പറയുന്നു. അപ്പോൾ CI ശങ്കർ ചോദിക്കുന്നുണ്ട്, ഇത് മാനിന്റെ പുറത്ത് കാണുന്ന ചെള്ളാണ്, ഇത് ഈ വീട്ടിൽ എങ്ങനെ വരുന്നു? എത്ര നാളായി നിങ്ങൾ ഇതിവിടെ കാണാൻ തുടങ്ങിയിട്ട്? ഇത് കേട്ട് അവിടെ നിന്നിരുന്ന പ്രാണകുമാരുടെ മകൾ പറയുന്നത്, ഒരു 3-4 മാസമായി കാണും. കഴിഞ്ഞ 2 തവണ അവൾ അവധിക്ക് വീട്ടിൽ വന്നപ്പോഴും ഇതിനെ ഇവിടെ കണ്ടിരുന്നുവെന്നാണ്. അപ്പോൾ മേരിയും പറയുന്നുണ്ട്, വലിയ താല്പര്യമൊന്നുമില്ലാത്ത രീതിയിൽ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ അയാളുടെ കൂട്ടുകാരനായ ആ സർജനും അയാളുടെ ശിങ്കിടിയും കൂടെ കൊണ്ടുവരുന്നതായിരിക്കും, അവരുമായിട്ടാണല്ലോ അയാളുടെ സഹവാസം എന്നാണ്. അപ്പോൾ CI ശങ്കർ പ്രാണകുമാറിന്റെ റൂം കാണണമെന്ന് പറഞ്ഞ് മുകളിലെ നിലയിലേക്ക് പോകുന്നു. പിന്നാലെ ആന്റണിയും മേരിയും കൂടെ പോകുന്നുണ്ട്. ആ മുറിയിൽ എത്തിയപ്പോൾ മേരി ശങ്കറിനോട് പറയുന്നുണ്ട്, സത്യത്തിൽ ഞാൻ അയാളുമായിട്ട് അകലാനുള്ള മെയിൻ കാരണം അയാളുടെ വൃത്തിയില്ലായ്മ തന്നെയാണ്. ഞാനാണെങ്കിൽ കുറച്ച് വൃത്തിയൊക്കെയുള്ള കൂട്ടത്തിലാണ്. അയാളുടെ ഈ മൃഗശാലയിലെ കൂട്ടുകാരുമായിട്ടുള്ള സഹവാസം എനിക്ക് തീരെ പറ്റത്തില്ല. റൂമിലൊക്കെ എപ്പോഴും ഓക്കാനിക്കാൻ വരുന്ന പോലത്തെ ഒരു നാറ്റമാണെന്നാണ് മേരി പറയുന്നത്. അങ്ങനെ CI ശങ്കർ ആ മുറിയുടെ ചില ചിത്രങ്ങളൊക്കെ എടുത്ത ശേഷം തിരികെ ഓഫീസിലേക്ക് പോവുകയാണ്. ആ യാത്രക്കിടയിൽ CI ശങ്കർ ആന്റണിയെ മേരിയുടെ വീട്ടിൽ നിന്നും എടുത്ത ആ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അതിൽ ആ വീടിന്റെ 2ാം നിലയിൽ നിന്ന് ടെറസിലേക്കുള്ള വാതിലിന്റെ ഫോട്ടോ ആന്റണിയെ കാണിച്ചിട്ട് CI ശങ്കർ പറയുന്നുണ്ട്, ആ കട്ടളയിൽ പിടിപ്പിച്ചിരിക്കുന്ന ആ കുറ്റി നോക്ക്, ഇതിലും ഒരു സ്ക്രൂ മാത്രമേ ഉള്ളൂ. CI മരിച്ചു കിടന്ന ആ വാടക വീട്ടിലും ഇതുപോലെ തന്നെയായിരുന്നു. ഈ 2 വാതിലിലും ഒരു കുറ്റി മാത്രമുള്ളത് കൊണ്ട് അറിയാവുന്ന ഒരാൾ വന്ന് തള്ളിയാൽ പുറത്തുനിന്ന് അനായാസം ഈ വാതിൽ തുറക്കാൻ സാധിക്കും. പിന്നീട് നമ്മൾ കുറ്റിയിടാൻ മറന്നുപോയതാണെന്നേ കരുതുകയുള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് CI ശങ്കർ പറയുകയാണ് ആന്റണിയോട്, ഇത് അത്ര വിദഗ്ധനായ ആൾ ചെയ്തതൊന്നുമല്ല, ഇത് അവനാ, ഉറപ്പാ, ആ സ്കാവഞ്ചർ, ആ പിച്ച.
ഇത് കഴിഞ്ഞ് 2 ദിവസത്തിനു ശേഷം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കേസിന്റെ പുരോഗതികൾ വിലയിരുത്തുകയായിരുന്നു CI അച്യുത് ശങ്കർ. കൂടെ പതിവ് പോലെ SI ആന്റണിയുമുണ്ട്. SI ആന്റണി ശങ്കറിനോട് പറയുകയാണ്, സാർ പറഞ്ഞത് ശരിയാണ്, ആ സ്കാവഞ്ചർ തന്നെയാണ് ഈ കൊലയ്ക്ക് പിന്നിൽ. അത് ഉറപ്പിച്ചു പറയാനുള്ള കാരണങ്ങൾ SI ആന്റണി CI ശങ്കറിനോട് ഇപ്പോൾ വിവരിച്ചു പറയുകയാണ്. കൊല നടന്ന രാത്രിയിൽ പ്രാണകുമാറുമായി അടുപ്പമുള്ളവർ എവിടെയൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഭാര്യ മേരി പുഷ്പം ക്രൈംബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു നൈറ്റ് ഡ്യൂട്ടിക്ക്. കൂടെ 7-8 പോലീസുകാരും കാണും. അവർക്കന്ന് അത്ര സുഖമില്ലായിരുന്നു എന്നാണ് ഓർമ്മ. അവരേതായാലും വെളുപ്പിനെയാണ് ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുന്നത്. പിന്നെയുള്ളത് ആ മൃഗ ഡോക്ടർ ഡാവിഞ്ചിയാണ്. കൊല നടന്ന ദിവസം രാത്രിയിൽ മൃഗശാലയിൽ ഒരു വെള്ള കടുവയുടെ പ്രസവമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി മുഴുവൻ കടുവയുടെ കൂടിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഡോക്ടർ ഡാവിഞ്ചി. മൃഗശാലയിലെ ഗാർഡുമാരും കീപ്പർമാരും ഒക്കെ ഇതിന് സാക്ഷികളാണ്. വെളുപ്പിന് 3 മണിക്കാണ് ഡോക്ടർ തിരികെ വീട്ടിലേക്ക് പോകുന്നത്. കൊലപാതകം നടക്കുന്നതോ രാത്രി 11 മണിയോടടുപ്പിച്ചാണ്. കടുവയുടെ പ്രസവം 12 മണിക്കാണ്. അപ്പോൾ ഏതായാലും ഡോക്ടർ പോയ കൊലപാതകം ചെയ്ത് കാണാൻ ഒരു സാധ്യതയുമില്ല. ഇനി ആകെ മിച്ചമുള്ളത് സ്കാവഞ്ചറായ ആ പച്ചയാണ്. ഡോക്ടറുടെ കെട്ടിടത്തിന്റെ വരാന്തയിലാണ് അവൻ ഉറങ്ങാറുള്ളത്. പക്ഷേ അന്ന് രാത്രി അവനെ അവിടെ കണ്ടില്ല എന്ന് ഒരു ഗാർഡ് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം കണ്ടതുപോലെ പച്ചയെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നു. നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള ഒരു കെട്ടിടത്തിലേക്ക് ക്രൈംബ്രാഞ്ച് അവനെ കൊണ്ടുവരുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിനുള്ള ഒരു അധോലോക സങ്കേതമാണ് ആ കെട്ടിടം. അതിനകത്ത് കയറിയ പച്ചയ്ക്ക് മനസ്സിലാവുന്നുണ്ട് തന്റെ ശബ്ദം ഇവിടുന്ന് പുറത്തേക്ക് കേൾക്കില്ല എന്ന്. ക്രൈംബ്രാഞ്ചും പോലീസുകാരും അവനെ ഒന്ന് വിറപ്പിച്ചുകൊണ്ട് തന്നെ കഠിനമായി അവനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. അവന്റെ പേഴ്സണൽ ഡീറ്റെയിൽസും അവന്റെ ജോലിയുടെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും പോലീസ് വിശദമായി ചോദിച്ച് അവനോട് മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം ഈ കൊല നടത്തിയത് നീയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ സമ്മതിക്കുന്നില്ല. SI ആന്റണി അവനെ ഒരുപാട് മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അവൻ അതിന് വഴങ്ങുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ SI ആന്റണി ആ കെട്ടിടത്തിന് താഴെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്ന പഴയ ഒരു പോലീസുകാരനായ ഐപ്പിനെയും അയാളുടെ കൂട്ടാളികളെയും ഉള്ളിലേക്ക് ക്ഷണിക്കുകയാണ്. അവർ ഈ കുറ്റം സമ്മതിക്കാത്ത പ്രതികളെയൊക്കെ പോലീസ് മുറയിൽ ഉപദ്രവിച്ച് കുറ്റം സമ്മതിപ്പിക്കുന്ന ആളുകളാണ്. നമുക്ക് കേട്ടാൽ പോലും പേടി തോന്നുന്ന പലവിധം പോലീസ് മുറകൾ അവർ പച്ചയുടെ മേൽ പ്രയോഗിക്കുന്നു. ഇതിനുശേഷം CI അച്യുത് ശങ്കറും SI ആന്റണിയും വരുന്നത് മൃഗശാലയുടെ ഉള്ളിലുള്ള വെറ്ററിനറി സർജന്റെ ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ അവർ എത്തുമ്പോൾ ഡോക്ടർ ഡാവിഞ്ചി എന്ന ഡാവി ഒരു കലമാനിന്റെ മുറിവ് ചികിത്സിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വന്ന ഡോക്ടറോട് അവർ ജനറലായ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് ഡോക്ടർ മറുപടി പറയുന്നുമുണ്ട്. അതിനുശേഷം CI ശങ്കർ ചോദിക്കുകയാണ്, മരിച്ച പ്രാണകുമാറുമായി നിങ്ങൾക്ക് എങ്ങനെയാണ് അടുപ്പമെന്ന്. അതിന് ഡോക്ടർ പറയുന്നുണ്ട് അവർ പഠിച്ചതും വളർന്നതും ഒക്കെ ഒന്നിച്ചാണെന്ന്. അതിനുശേഷം ജോലി കിട്ടിയപ്പോഴും 2 പേർക്കും അടുത്തടുത്ത സ്ഥലത്താണ് ഇപ്പോൾ ജോലി കിട്ടിയിരിക്കുന്നത്. പ്രാണകുമാർ തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിൽ പോലീസായി കയറിയപ്പോൾ ഡോക്ടർ ഡാവി അതിനോട് ചേർന്ന മൃഗശാലയിൽ ഡോക്ടറായിട്ടും കയറിയിരുന്നു. പിന്നീട് നിങ്ങൾ പ്രാണകുമാരനെ അവസാനമായി കണ്ടത് എപ്പോഴാണെന്ന് ശങ്കർ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്. അതിനയാൾ പറയുന്നത് പ്രാണകുമാർ മരിച്ച ദിവസം ഉച്ചയ്ക്ക് ഗ്രൗണ്ടിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടിയിരുന്നുവെന്നാണ്. അവർ വാടകയ്ക്കെടുത്തിരിക്കുന്ന ആ വീടിനെയാണ് അവർ ഗ്രൗണ്ട് എന്ന് വിളിക്കുന്നത്. ഉച്ചയ്ക്ക് അവിടെ വെച്ച് മദ്യപിച്ചു കിടന്നുറങ്ങി. പിന്നീട് ഡോക്ടർ വൈകുന്നേരം 7 മണിയായപ്പോൾ ഓഫീസിലേക്ക് പോയി. വെളുപ്പിന് 3 മണിക്ക് തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് അറിയുന്നത് പ്രാണകുമാർ മരിച്ചുപോയി എന്ന്. ഡോക്ടർ ഇത്രയും പറഞ്ഞപ്പോഴേക്കും പോലീസുകാർ അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ എന്ന്. അതിനയാൾ മറുപടി പറയുന്നു, ആ സ്കാവഞ്ചർ പിച്ചയ്ക്ക് പ്രാണകുമാറിനോട് നല്ല ദേഷ്യമുണ്ടായിരുന്നു, അവനാകാൻ ചാൻസ് ഉണ്ടെന്ന്. എന്തിനാണ് സ്കാവഞ്ചർക്ക് പ്രാണകുമാറിനോട് ഇത്ര ദേഷ്യമെന്ന് പോലീസ് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് അവന്റെ ഇഷ്ടപ്രകാരം ആയിരുന്നില്ല അവനെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണെന്നാണ്. അപ്പോൾ ആ പറഞ്ഞത് മനസ്സിലാവാഞ്ഞത് കൊണ്ട് തന്നെ ഒന്നുകൂടെ വിശദമായി പറയാൻ പോലീസുകാർ അയാളോട് ആവശ്യപ്പെടുകയാണ്. അതിന് ഡോക്ടർ ഡാവിഞ്ചി പറയുകയാണ്, ഒരു പഴയ കഥയാണ്, 5 വർഷം മുൻപത്തെ കഥ. ഒരു ദിവസം രാത്രി പ്രാണകുമാറിന് മ്യൂസിയം സ്റ്റേഷനിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്ന ദിവസം. അന്ന് ഇവിടെ ഒരു ഹിപ്പോ പ്രസവിക്കാറായി നിൽപ്പുണ്ടായിരുന്നു. ഹിപ്പോയുടെ പ്രസവം കാണാൻ ഡോക്ടർ അന്ന് പ്രാണകുമാറിനെ മ്യൂസിയത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അന്ന് പ്രാണകുമാർ മ്യൂസിയത്തിൽ വന്നപ്പോൾ കൂടെ കൗൺസിലറായ പാളയം പ്രഭയും ഉണ്ടായിരുന്നു.
ഡോക്ടർ കഥ അവിടം വരെ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ഡോക്ടർക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. എന്തോ ഒരു മെഡിക്കൽ എമർജൻസി ആണ്. അതുകൊണ്ട് തന്നെ കഥ പകുതിയിൽ നിർത്തിയിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് പോകുന്നു. ഡോക്ടർ പുറത്തേക്ക് പോയ ആ സമയത്ത് SI ആന്റണിയോട് പറഞ്ഞ് നേരത്തെ പറഞ്ഞ ആ കൗൺസിലർ പാളയം പ്രഭയോട് ഇങ്ങോട്ട് വരാനായി ആവശ്യപ്പെടുന്നു. കൗൺസിലർ അങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും ശങ്കറും ആന്റണിയും ചേർന്ന് അയാളോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ തുടങ്ങി. കൗൺസിലർ പറയുന്നതനുസരിച്ച് കൗൺസിലറുടെ വീട്ടിൽ വീട്ടുജോലിക്ക് നിൽക്കുന്ന സ്ത്രീയുടെ മകനാണ് ഈ പച്ചൈ. ഒരു ദിവസം വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയ കൗൺസിലർ കാണുന്നത് പച്ചയുടെ അമ്മയായിട്ടുള്ള തൻ്റെ ആ വീട്ടുജോലിക്കാരി എൻ്റെ മകനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് അലറിക്കരയുന്നതാണ്. എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്ക് സാറേ എന്ന് പറഞ്ഞാണ് അവർ കരയുന്നത്. അവരുടെ കരച്ചിൽ സഹിക്കമേലാതെ ആയപ്പോഴാണ് കൗൺസിലർ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അവിടെ എത്തിയപ്പോൾ കൗൺസിലർക്ക് മനസ്സിലായി മോഷണ കുറ്റത്തിനാണ് അവനെ ജയിലിലേക്ക് കൊണ്ടുവന്നതെന്ന്. അവരുടെ ഏരിയയിൽ താമസിക്കുന്ന അത്യാവശ്യം പണക്കാരനായ ഒരു മാത്തൻ സാറിന്റെ വീട്ടിലാണ് പിച്ചൈ അന്ന് മോഷണം നടത്തിയത്. മോഷണം കഴിഞ്ഞ് വരുന്ന വഴിയിൽ തൊണ്ടി സഹിതം അവനെ പിടികൂടുകയായിരുന്നു. ഇത് കേട്ടപ്പോൾ കൗൺസിലർ പ്രാണകുമാറിനോട് പറയുന്നുണ്ട്, പ്രാണൻ സാറേ അവനെ വിട്ടേക്ക്, ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ആ അമ്മയുടെ ഒരേ ഒരു മകനാണ്, അവനെ വിടൂ എന്ന്. അതിന് SI പ്രാണകുമാർ മറുപടി പറയുന്നത്, എടാ ഒരുത്തൻ കക്കാൻ തുടങ്ങിയ പിന്നെ കട്ടുകൊണ്ടേയിരിക്കും, ഞങ്ങൾക്കായിരിക്കും തലവേദന, അതുകൊണ്ട് അവനെ അങ്ങനെ വിടാനൊന്നും പറ്റില്ല എന്ന്. ഇങ്ങനെ സംസാരിച്ചു നിൽക്കുന്നതിനിടയ്ക്കാണ് SI പ്രാണകുമാറിന് ഡോക്ടർ ഡാവിഞ്ചിയുടെ ഫോൺ കോൾ വന്നതെന്നാണ് കൗൺസിലർ പറയുന്നത്. അങ്ങനെ ആ ഹിപ്പോയുടെ പ്രസവം കാണാനായിട്ട് പ്രാണകുമാർ പോയതിനോടൊപ്പം തന്നെ പ്രാണകുമാരനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് കൗൺസിലർ പാളയം പ്രഭയും അയാളോടൊപ്പം പോകുന്നു. അവിടെ എത്തിയ SI പ്രാണകുമാർ തന്റെ സുഹൃത്തായ ഡോക്ടർ ഡാവിഞ്ചിയോട് പിച്ചൈ എന്ന ആ പയ്യനെ മോഷണക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത കാര്യം പറയുന്നുണ്ട്. എന്നാൽ അവനെ വിട്ടുകൊടുക്കണമെന്നാണ് കൗൺസിലർ പറയുന്നതെന്നും കൂടെ കൂട്ടിച്ചേർക്കുന്നു. പക്ഷേ ഇത് കേട്ട് ഡോക്ടർ പറയുന്നത്, നീ അവനെ വിട്ടുകൊടുക്കണ്ട, പകരം അവനെ ഇങ്ങോട്ട് തന്നേക്ക്, ഇവിടെ ഒരു പാർട്ട് ടൈം സ്കാവഞ്ചറുടെ ആവശ്യമുണ്ടെന്ന്. സ്കാവഞ്ചറിന്റെയും റെപ്റ്റൈൽ കീപ്പറുടെയും ജോലി ചെയ്യാനായിട്ട് ആ സമയത്ത് അവർക്ക് ആളെ വേണമായിരുന്നു. അതിന് SI പ്രാണകുമാർ സമ്മതം മൂളുന്നു. കൂടെ അയാൾ പറയുന്നുമുണ്ട്, അവൻ ഇവിടെ നിന്നെങ്ങാനും ചാടിപ്പോയി കഴിഞ്ഞാൽ പകരം ഈ കേസിന് അവന്റെ അമ്മയെ പിടിച്ച് അകത്തിടുമെന്ന് പറഞ്ഞ് ഞാൻ വിരട്ടിക്കോളാം, അന്നേരം പിന്നെ അവൻ ഇവിടുന്ന് ചാടിപ്പോവില്ല എന്നാണ്. അങ്ങനെ മോഷണക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട പച്ചയെ SI പ്രാണകുമാർ തന്റെ സുഹൃത്തായ ഡോക്ടർ ഡാവിഞ്ചിയുടെ അടുക്കലേക്ക് മൃഗശാലയിലേക്ക് ഒരു സ്കാവഞ്ചറുടെ ജോലിയിലേക്ക് വിടുന്നു. കൗൺസിലർ ഇത്രയും പറഞ്ഞു തീർന്നപ്പോഴാണ് CI അച്യുത് ശങ്കറിനും SI ആന്റണിക്കും ഇവിടെ ഇപ്പോൾ നടന്നത് ഒരു അടിമ വിൽപ്പനയാണെന്നുള്ള കാര്യം മനസ്സിലായത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ജോലി ചെയ്യാനായിട്ട് പച്ചയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ നീ ഒരു 3 കൊല്ലം നിന്നാൽ മതിയെന്ന് പറഞ്ഞ് ഡോക്ടർ കൺവിൻസ് ചെയ്തതുകൊണ്ടാണ് അവൻ മനസ്സില്ലാ മനസ്സോടെ ആ ജോലി ചെയ്യാമെന്ന് സമ്മതിച്ചത്. പക്ഷേ പിന്നീട് അവൻ എങ്ങനെയോ ആ ഡോക്ടറുമായി നല്ല ഫ്രണ്ട്ലി ആയി. മരുന്നിന്റെ പേരൊക്കെ ഒരു പ്രാവശ്യം കേട്ടാൽ മതി, അപ്പോഴേക്കും അവനത് ഓർമ്മയിൽ വെച്ചിരിക്കും. അത്ര ബുദ്ധിമാനായിരുന്നു പച്ചൈ. അപ്പോൾ CI ശങ്കർ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താണ് 3 കൊല്ലം കഴിഞ്ഞ് അവനെ മോചിപ്പിക്കാഞ്ഞതെന്ന്. അതിന് കൗൺസിലർ മറുപടി പറയുന്നത്, അത് പ്രാണൻ സാർ കാരണമാണ് അങ്ങനെ സംഭവിച്ചത്. പ്രാണകുമാർ പറഞ്ഞത്, പട്ടിയെപ്പോലെ ഒരു മനുഷ്യൻ പണിയെടുത്ത് ശീലിച്ചാൽ പിന്നെ അവന് രക്ഷപ്പെടണമെന്ന് തോന്നില്ല, അവനിവിടെ പട്ടിയെപ്പോലെ പണിയെടുക്കട്ടെ എന്നാണ്. പക്ഷേ അവനൊരു നായയല്ല, മനുഷ്യനാണെന്ന് കൗൺസിലർ പലതവണ പ്രാണനോട് പറഞ്ഞെങ്കിലും അയാൾ അത് കാര്യമാക്കിയില്ല. കൂടാതെ പ്രാണകുമാർ ഇടയ്ക്കൊക്കെ മൃഗശാലയിൽ വരുമ്പോൾ വെറുതെ പച്ചയെ പിടിച്ച് അവനെ അടിക്കുന്നതും വിരട്ടുന്നതുമൊക്കെ പതിവായിരുന്നു. അപ്പോഴേ കൗൺസിലർ മുന്നറിയിപ്പ് കൊടുത്തതായിരുന്നു പോലും, ഇനി അവനെ അങ്ങനെ ചെയ്യരുത്, അത് ശരിയല്ല എന്നുള്ള രീതിയിൽ. പക്ഷെ അപ്പോഴും അയാൾ തുടർന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഉറപ്പായും പച്ചയ്ക്ക് അവനോട് നല്ല വെറുപ്പും വിദ്വേഷവും കാണുമെന്ന് ഇവർ ഊഹിക്കുകയാണ്. ആ സമയത്താണ് തന്നെ 3 വർഷമായിട്ടും ഇവിടെ നിന്ന് മോചിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ പച്ചൈ കൗൺസിലറുടെ അടുക്കൽ വന്ന് ഒരു പരാതി പറയുന്നത്, എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് മോചിപ്പിക്കാൻ. ഈ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് പ്രാണകുമാരനെയും ഡോക്ടറെയും വിളിച്ച് അവർ ഗ്രൗണ്ട് എന്ന് വിളിക്കുന്ന ആ വാടക വീട്ടിൽ വെച്ച് ഒരു വെള്ളമടി പാർട്ടി ഈ കൗൺസിലർ സംഘടിപ്പിച്ചത്. അന്ന് പച്ചയും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു, എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മോചിപ്പിക്ക്, ഞാൻ വല്ല ചുമടുമെടുത്താണെങ്കിലും ജീവിച്ചോളാമെന്ന്. പക്ഷെ അപ്പോൾ ഡോക്ടറും സമ്മതിച്ചില്ല. വേറെ ഒരുത്തനെ ഞങ്ങൾ സെറ്റാക്കുന്നത് വരെ നീ ഇവിടെ നിൽക്കുക എന്നാണ്.
പക്ഷെ എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല, പോയാൽ മതിയെന്ന് അവൻ അപ്പോഴും ഡോക്ടറോട് പറയുന്നുണ്ട്. ഈ സമയത്താണ് നേരത്തെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയ ഡോക്ടർ തിരികെ വരുന്നത് അവർ കാണുന്നത്. അപ്പോൾ കൗൺസിലർ പോലീസുകാരോട് പറയുന്നുണ്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഡോക്ടർക്ക് അറിയാം, അയാളോട് ചോദിച്ചാൽ മതിയെന്ന്. അതുകൊണ്ട് അവർ ഡോക്ടർ കാണാതെ കൗൺസിലറെ ഇറക്കി വിടുന്നു. ഡോക്ടർ തിരികെ വന്ന ഉടനെ അച്യുത് ശങ്കർ ചോദിക്കുന്നുണ്ട്, അപ്പൊ പറ, ആ സ്കാവഞ്ചറുടെ തടവ് 5 കൊല്ലത്തേക്ക് നീണ്ടതെങ്ങനെയാ? 3 കൊല്ലമെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അയ്യോ എനിക്ക് കുറച്ച് ജോലി ഉണ്ടല്ലോ, ഇപ്പൊ വിശദീകരിക്കാൻ സമയമില്ല എന്ന്. അപ്പോൾ CI പറഞ്ഞു, സാരമില്ല, ഞങ്ങളും കൂടെ നിങ്ങളോടൊപ്പം വരാം, നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്കും ഒന്ന് കാണാമല്ലോ. അങ്ങനെ CIയും SIയും കൂടെ ഡോക്ടറുടെ പിന്നാലെ നടന്ന് അയാൾ ഓരോ മൃഗങ്ങൾക്കും ചികിത്സിക്കുന്നതെല്ലാം കാണുന്നുണ്ട്. അതിനുശേഷം ഒന്ന് വിശ്രമിക്കാനായി അവർ ഒരു തണലിൽ വന്നിരിക്കുകയാണ്. അവിടെ വെച്ച് ഡോക്ടർ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കടപ്പുറത്ത് നടന്ന ഒരു പാർട്ടിയിലായിരുന്നു കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞത്. പോലീസ് ക്യാമ്പ് ഫോളോവേഴ്സിന്റെ ഒരു നേതാവുണ്ട്, ബാബൂത്ത എന്നാണ് അയാളുടെ പേര്. അയാളുടെ റിട്ടയർമെന്റ് പാർട്ടി ആയിരുന്നു അന്ന് കടപ്പുറത്ത് നടന്നത്. പ്രാണകുമാറാണ് ഡോക്ടർക്ക് ഈ ബാബൂത്തയെക്കുറിച്ചും പോലീസ് ക്യാമ്പിലെ മറ്റു കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുത്തത്. ഈ ബാബൂത്ത നല്ല സ്വാധീനമുള്ള ആളാണെന്നും അയാൾ വിചാരിച്ചാൽ എന്തും നടക്കുമെന്നുമൊക്കെ പ്രാണകുമാർ ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ബാബൂത്ത പഴയ കാലത്തെ പോലീസ് ക്യാമ്പിൽ എത്തിയ ആളാണ്. അയാളുടെ ആ സമയത്തെ പോസ്റ്റ് റാറ്റൻ വീവർ എന്നായിരുന്നു ആ പോസ്റ്റിന്റെ പേര്. ക്യാമ്പിലെ ചുഴലുകൊണ്ടുണ്ടാക്കുന്ന കട്ടിലിന്റെയും കസേരയുടെയും ഒക്കെ പണിയായിരുന്നു റാറ്റൻ വീവർ ചെയ്തിരുന്നത്. അങ്ങനെ അന്ന് ആ പാർട്ടിയിൽ വെച്ച് ഡോക്ടർ പോലീസിലെ പല ഉന്നത നേതാക്കന്മാരെയും പരിചയപ്പെടുന്നുണ്ട്. അന്ന് പരിചയപ്പെട്ട പല ഉന്നതന്മാരും അവരുടെ വീട്ടിൽ അവർ ജോലിക്കായി നിർത്തിയിരിക്കുന്ന അടിമ വേലക്കാരെ കുറിച്ച് വാതോരാതെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഇവിടെ ഡോക്ടറും ഈ പോലീസുകാരോട് വിവരിക്കുന്നുണ്ട്. അതിന് CI മറുപടി കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ ശരിയാണോ? അടിമപ്പണിയൊന്നും നമുക്ക് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല. അതിന് ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നത്, ഈ അടിമകളെ ചവിട്ടിത്തേക്കുമ്പോഴുള്ള സുഖം മറ്റൊന്നിനും കിട്ടില്ല എന്നാണ്. അതിന് പോലീസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും അങ്ങനെ ഒരു സ്വഭാവമാണോ ഉള്ളത്? അപ്പോൾ ഡോക്ടർ മറുപടി പറയുന്നു, ആർക്കാ ഇല്ലാത്തത്? നിങ്ങളിലുമില്ലേ? നിങ്ങളും പ്രതികളെ അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ എന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ പോലീസുകാർ ഡോക്ടറോട് പറയുന്നുണ്ട്, ശരി, അതൊക്കെ അവിടെ വിട്, നമ്മളിപ്പോ പ്രാണൻ വധക്കേസ് അന്വേഷിക്കാൻ വന്നതല്ലേ, അതിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഡോക്ടർ മറുപടി പറയുന്നു, ആ പിച്ച തന്നെയാണ് സാറേ. അവനും ഈ ചവിട്ടിത്തേക്കൽ സഹിക്കാൻ മേലാതെ ആയപ്പോൾ അയാളെ കൊല്ലാമെന്ന് വിചാരിച്ചു കാണും. മിക്കവാറും നിങ്ങൾ അറസ്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവന്റെ അടുത്ത ഇര ഞാനായേനെ. ഇത്രയും പണിയെടുക്കുന്ന ഒരുത്തനെ പറഞ്ഞുവിടാൻ ഡോക്ടർക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവനെ എന്ത് വില കൊടുത്തും ഇവിടെ തന്നെ നിർത്താനായിട്ടുള്ള ഗൂഢാലോചന മെനയാൻ അന്ന് ആ കടപ്പുറത്തെ പാർട്ടിയിൽ വെച്ച് അവർ തീരുമാനിച്ചത്. അന്ന് അവർ നടത്തിയ ഗൂഢാലോചനയിൽ ഈ ബാബൂത്തയും പങ്കാളിയായിരുന്നു. അവിടെ വെച്ചാണ് ബാബൂത്ത കുറച്ച് കാര്യങ്ങൾ പ്രാണനോടും നമ്മുടെ ഡോക്ടറോടും വിവരിക്കുന്നത്. ബാബൂത്തയുടെ തിരുനെൽവേലിയിലുള്ള പെങ്ങളുടെ മോന്റെ ഭാര്യയ്ക്ക് ഒരുത്തനുമായി അവിഹിതമുണ്ടായി. താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരുത്തനായിരുന്നു അവൻ. ഉയർന്ന കുലത്തിൽപ്പെട്ട ബാബൂത്തയുടെ കുടുംബത്തിന് അത് സഹിക്കാൻ മേലാതെ ആയതുകൊണ്ട് അവനെയും അവന്റെ അമ്മയെയും ആ ഊരിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. പിന്നീടാണ് മനസ്സിലായത് ആ അമ്മയും മോനും തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ടെന്ന്. അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് പിന്നീട് വിചാരിച്ചപ്പോഴാണ് ബാബൂത്തയും കുടുംബവും അറിയുന്നത് ആ പെണ്ണ് ഇപ്പോഴും അവന്റെ പിറകെയാണെന്ന്. ഇനിയും ഒരു നാണക്കേട് ഉണ്ടാക്കി വെക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അവനെ എങ്ങനെയെങ്കിലും പൂട്ടണമെന്നും തട്ടണമെന്നും ഒക്കെ ബാബൂത്തയ്ക്ക് ചിന്തയുണ്ടായി. ആരെക്കുറിച്ചാണ് ബാബൂത്ത പറയുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ? നമ്മുടെ പച്ചയെക്കുറിച്ച് തന്നെ. അവനെ ആയിരുന്നു ആ ഊരിൽ നിന്നും വന്ന് അമ്മയോടൊപ്പം ചവിട്ടി പുറത്താക്കിയത്. ഇപ്പോൾ ബാബൂത്ത ഡോക്ടറോടും പ്രാണകുമാറിനോടും പറയുന്നു, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം. ഇനി ഒരിക്കലും എന്റെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാവാൻ പാടില്ല. അവനെ എങ്ങനെയെങ്കിലും എന്നേക്കുമായിട്ട് പൂട്ടണം. അന്ന് ബാബൂത്തയുടെ വാക്ക് കേട്ട് അയാൾക്ക് കൊടുത്ത ഉറപ്പിന്റെ പുറത്താണ് ഡോക്ടറും പ്രാണകുമാറും ചേർന്ന് അവന്റെ 3 വർഷമെന്നുള്ള എംപ്ലോയ്മെന്റ് പീരീഡ് വീണ്ടും 5 വർഷമായിട്ട് വർദ്ധിപ്പിച്ചത്. ആ സമയത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ് ആ പെണ്ണിന്റെ മനസ്സ് മാറ്റിക്കോളാമെന്ന് ബാബൂത്തയും സമ്മതിച്ചു. അങ്ങനെ 5 വർഷമായി കഴിഞ്ഞിട്ടും വീണ്ടും തന്നെ വിടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് പച്ചയ്ക്ക് ദേഷ്യം കൂടിയത്. 3 വർഷമെന്ന് ആദ്യം പറഞ്ഞു, ഇപ്പോൾ 5 വർഷമായി, എന്നിട്ടും താൻ മോചിപ്പിക്കപ്പെടുന്നില്ലെന്ന് കാണുമ്പോൾ ആർക്കായാലും ദേഷ്യം വരുമല്ലോ.
ഇത്രയും കഥ കേട്ട ശേഷം CI ഡോക്ടറോട് പറയുന്നു, ശരി, ഇത്രയും വിവരങ്ങൾ കിട്ടിയല്ലോ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷേ ഞങ്ങൾ പഠിച്ച പണി 18 നോക്കിയിട്ടും പ്രാണകുമാരനെ കൊല്ലാൻ ഉപയോഗിച്ച തോർത്തെവിടെയാണെന്ന് മാത്രം അവൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. കുഴപ്പമില്ല, ഒരു തോർത്തുണ്ടാക്കാനാണോ പാട്? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് CIയും SIയും ആ മൃഗശാല വിട്ട് പുറത്തേക്ക് പോകുന്നു. പിറ്റേന്ന് രാവിലെ SI ആന്റണി മൃഗശാലയിലെ CCTVയുടെ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് കൊല നടന്ന അന്ന് രാത്രിയിൽ പച്ചൈ മൃഗശാലയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന്. മുൻപ് ഒരാൾ മൊഴി കൊടുത്ത അനുസരിച്ച് ഇവർക്കറിയാൻ കഴിഞ്ഞത് പച്ചൈ അന്ന് എപ്പോഴും കിടന്നുറങ്ങുന്ന സ്ഥലത്ത് ഇല്ലായിരുന്നുവെന്നും അവനെ അന്ന് രാത്രി മൃഗശാലയിൽ കണ്ടിരുന്നില്ല എന്നുമാണല്ലോ. എന്നാൽ ഇപ്പോൾ ഈ CCTVയിൽ കാണുന്നതെല്ലാം നേരെ മറിച്ചാണ്. CI ശങ്കറും SI ആന്റണിയും ഇപ്പോൾ ആകെപ്പാടെ കൺഫ്യൂസ്ഡായി. അവരേതായാലും CCTVയിൽ കണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ കൺഫേം ചെയ്യാനായിട്ട് അവിടെ അന്ന് പച്ചയുടെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു ജോലിക്കാരനെ വിളിച്ചു വരുത്തുന്നു. അദ്ദേഹം മൃഗങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലിക്കാരനാണ്. പേര് ചെല്ലപ്പൻ. ചെല്ലപ്പൻ പറഞ്ഞതനുസരിച്ച് അന്ന് മൃഗങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പച്ചയും അദ്ദേഹത്തെ സഹായിച്ചിരുന്നു. രാത്രി വൈകുവോളം അവൻ അയാളോടൊപ്പം ആ ഊട്ടുപുരയിൽ ഉണ്ടായിരുന്നു. പച്ചൈ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ദൃശ്യത്തിൽ സമയം 4 മണി എന്ന് കാണാം. അങ്ങനെ ചെല്ലപ്പന്റെ മൊഴിയും CCTV ദൃശ്യങ്ങളും അനുസരിച്ച് തലേദിവസം രാത്രി 9:30-ക്കും കൊല നടന്ന അന്ന് രാവിലെ 4 മണിക്കും ഇടയിലുള്ള സമയത്തൊന്നും പച്ചൈ ആ മൃഗശാല വിട്ട് മറ്റെവിടെയും പോയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പോലീസുകാർ ഇപ്പോൾ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. ആകെ നിരാശരായിരിക്കുകയാണ് ശങ്കറും ആന്റണിയും. ഇതേ സമയം പച്ചൈ അവിടെ ആ പോലീസ് കെട്ടിടത്തിൽ ഐപ്പിന്റെ കയ്യിൽ നിന്നും ഒരുപാട് മർദ്ദനം ഏറ്റുവാങ്ങി അവശനായ നിലയിലാണ്. ഏതായാലും അവനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവൻ മുടന്തുന്നുണ്ടായിരുന്നു. കവളിൽ നീലിച്ച പാടും കാണാം. നിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ വേണ്ട എന്നാണ് മറുപടി പറയുന്നത്. ഏതായാലും അവനെ ഇപ്പോൾ തെളിവൊന്നുമില്ലാത്ത സ്ഥിതിക്ക് വെറുതെ വിടാനായി അച്യുത് ശങ്കർ തീരുമാനിക്കുന്നു. അയാളുടെ വണ്ടിയിൽ തന്നെ അവനെ സൂയിലേക്ക് കൊണ്ടുപോവുകയാണ്. പോകുന്ന വഴിയിൽ അവനെ ഒരു ഹോട്ടലിൽ കയറ്റി നല്ല ആഹാരവും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൻ അച്യുത് ശങ്കറിനോട് അവന്റെ ലൈഫിൽ ഒരുപാട് സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് അവനെ ആശ്വസിപ്പിച്ച ശങ്കർ അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ എന്ന് ഈ കൊലപാതകത്തിൽ. അവൻ പക്ഷെ ആരുടെയും പേര് പറയുന്നില്ല. പക്ഷെ അവൻ ശങ്കറിനോട് പറയുന്നുണ്ട് പ്രാണകുമാരനെ കൊല്ലാനുള്ള ദേഷ്യം അവനുണ്ടായിരുന്നുവെന്ന്. അതിന്റെ കാരണവും അവൻ പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് അവനെ ആ മാത്തൻ സാറിന്റെ വീട്ടിൽ മോഷ്ടിച്ചതിന് പിടിച്ചപ്പോൾ അന്ന് അവന്റെ കയ്യിലുണ്ടായിരുന്ന പണവും സ്വർണവും വാച്ചുമൊക്കെ അടങ്ങുന്ന ആ തൊണ്ടി മുതൽ ഇപ്പോഴും പ്രാണന്റെ കയ്യിലുണ്ടായിരുന്നു. പ്രാണകുമാർ എപ്പോഴും അവനെ ആ തൊണ്ടി മുതലിന്റെ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമായിരുന്നു. എപ്പോഴെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഇത് വെച്ച് വീണ്ടും അവന്റെയും അവന്റെ അമ്മയുടെയും മേൽ കേസെടുക്കുമെന്നും വീണ്ടും അകത്തു പോകേണ്ടി വരുമെന്നും ഒക്കെ അയാൾ പറയാറുണ്ടായിരുന്നു. അതുമാത്രമല്ല, പ്രാണകുമാർ അവനോട് പറഞ്ഞതനുസരിച്ച് ആ തൊണ്ടി വച്ചിരിക്കുന്നത് ഒരു ബാങ്കിലെ സേഫ് ലോക്കറിലാണ്. കൗൺസിലറുടെയും പ്രാണകുമാരന്റെയും ഡോക്ടർ ഡാവിഞ്ചിയുടെയും പേരിലായിരുന്നു ബാങ്കിൽ ആ തൊണ്ടി മുതൽ ഉണ്ടായിരുന്നത്. നിനക്കാ തൊണ്ടി മുതൽ തിരിച്ചു വേണമെങ്കിൽ നീ ഞങ്ങളെ 3 പേരെയും കൊല്ലേണ്ടി വരുമെന്ന് പ്രാണകുമാർ അടിക്ക് പറയുമായിരുന്നു. അതോടൊപ്പം പച്ചൈ ശങ്കറിനോട് പറയുന്നുണ്ട്, ആ തൊണ്ടി മുതൽ എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പോയി ജീവിച്ചേനെ. എന്നെ കാത്ത് ഒരു പെണ്ണിരിപ്പുണ്ട്. ഇനിയും ഞാൻ കള്ളനാവുന്നത് അവൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആ തൊണ്ടി എനിക്ക് തിരിച്ചു കിട്ടുന്നത് വരെ ഈ ആട്ടും തുപ്പുമൊക്കെ സഹിച്ച് ഞാൻ ഈ മൃഗശാലയിൽ തന്നെ കിടക്കാമെന്ന് തീരുമാനിച്ചത് എന്ന് പച്ചൈ ശങ്കറിനോട് പറഞ്ഞു നിർത്തുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷം നഗരത്തിലെ ഒരു രാത്രി. കൊല്ലപ്പെട്ട SI പ്രാണകുമാരന്റെ വീടിന്റെ പാരപ്പെറ്റിലൂടെ ആരോ ഒരാൾ 2ാം നിലയിലേക്ക് വലിഞ്ഞു കയറുകയാണ്. അയാൾ ആ സ്ക്രൂ ഇളക്കി മാറ്റിയിരിക്കുന്ന വാതിൽ മെല്ലെ തുറന്ന് റൂമിന്റെ ഉള്ളിലേക്ക് കയറുന്നു. റൂമിൽ കടന്ന അയാൾ കുറച്ചുനേരം കസേരയിൽ ഇരിക്കുന്നു. പിന്നെ ആ മെത്തയിൽ കിടക്കുന്നു. അങ്ങനെ സമയം പോകെ ആരോ മുകളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ മേരി ഉച്ചത്തിൽ ചോദിക്കുന്നുണ്ട് ആരാണ് അവിടെയെന്ന്. ഇത് കേട്ട് പേടിച്ചു പോയ അയാൾ ജനലിലൂടെ പുറത്തേക്ക് ചാടുകയാണ്. ചാടി അയാൾ ചെന്ന് പെട്ടതോ കഷ്ടകാലത്തിന് പട്രോളിങ്ങിന് വന്നിരുന്ന പോലീസ് ജീപ്പിന്റെ മുൻപിലും. അത് മറ്റാരുമായിരുന്നില്ല കേട്ടോ, നമ്മുടെ പച്ചൈ തന്നെ ആയിരുന്നു.
ശരിക്കും അത് വെറുതെ പെട്രോളിങ്ങിന് വന്ന പോലീസ് ജീപ്പും ആയിരുന്നില്ല. പച്ചയെ നിരീക്ഷിക്കാനായിട്ട് അവന്റെ പുറകെ ശങ്കർ വിട്ട പോലീസുകാരായിരുന്നു. ഏതായാലും അത് ഫലം കണ്ടു. അങ്ങനെ അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. സ്റ്റേഷനിൽ ഇപ്പോൾ CI ശങ്കറും SI ആന്റണിയും വന്നിട്ടുണ്ട്. ആന്റണി അപ്പോൾ ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത് മേശപ്പുറത്ത് വെക്കുന്നുണ്ട്. അതിനകത്ത് മുഴുവൻ പാറ്റയുടെ 4/1 വലിപ്പം മാത്രമുള്ള കൊമ്പുള്ള കറുത്ത ചില ജീവികളുണ്ടായിരുന്നു. ഇത് ഇപ്പോൾ അവർ പച്ചയെ പിടിച്ചപ്പോൾ അവന്റെ കയ്യിൽ നിന്നും കിട്ടിയതാണെന്ന് പറയുന്നുണ്ട്. ശങ്കർ അതിന്റെ ഫോട്ടോ എടുത്ത് ചില വിദഗ്ധർക്ക് അയച്ചു കൊടുക്കുന്നുമുണ്ട്. പിറ്റേന്ന് പ്രാണകുമാരന്റെ ഭാര്യ മേരി പുഷ്പം സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. മേരിയുടെ മുൻപിൽ വെച്ച് ശങ്കർ പച്ചയോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എത്രാമത്തെ തവണയാണ് ആ വീട്ടിലിങ്ങനെ കയറുന്നതെന്ന്. 3-ാമത്തെയോ 4-ാമത്തെയോ തവണയാണെന്ന് അവൻ മറുപടി പറയുന്നുമുണ്ട്. ഇത് കേട്ട് മേരി അമ്പരന്ന് പോവുകയാണ്. അതിന് അവൻ മറുപടി പറയുന്നത്, ഞാൻ താഴത്തെ നിലയിലൊന്നും വന്നിട്ടില്ല മാഡം, ഞാൻ മുകളിലെ ആ റൂമിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. എനിക്ക് ഇത്രയും പഞ്ഞിക്കെട്ട് പോലെയുള്ള ആ മെത്തയിലൊന്ന് കിടക്കണം, അത്രയുമേ ഉള്ളൂ. ഇതോടൊപ്പം അവൻ കൺഫസ് ചെയ്യുന്നുണ്ട്, അവൻ ഇതുപോലെ മറ്റു ചില വീടുകളിലും കയറിയിട്ടുണ്ട്. അവന് മോഷണ ഉദ്ദേശമൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെത്തയിൽ ഒന്ന് കിടക്കണം, അത്രയുമേ ഉള്ളൂ. ഇപ്പൊ മേരിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൻ തന്നെയാണ് അപ്പോൾ ആ മുറിയിൽ ആ മാഞ്ചള്ളു വരാനുള്ള കാരണമെന്ന്. ദേഷ്യം വന്ന മേരി ഒരു പോലീസുകാരി ആയതുകൊണ്ട് തന്നെ ലാത്തിയെടുത്ത് അവനെ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി. ഇനി മേലിന്റെ വീട്ടിൽ കയറിപ്പോകരുത് എന്ന് പറഞ്ഞ് ഒരുപാട് മർദ്ദിച്ചു. അതോടൊപ്പം മേരി ശങ്കറിനോട് പറയുന്നുമുണ്ട്, ഇവൻ ഇനി ഒരു വീട്ടിലും കയറരുത്, ഇവൻ ഏതെങ്കിലും കേസിൽ പിടിച്ച് അകത്തിട്ടേക്കാൻ. ശങ്കർ അതിന് അനുകൂലിക്കുന്നുമുണ്ട്. പിന്നീട് 2 ദിവസത്തിന് ശേഷം CI അച്യുത് ശങ്കറിനെ കാണാനായിട്ട് ഒരാൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തുകയാണ്. അത് മറ്റാരുമല്ല, സിദ്ധനുണ്ണിയാണ്. കഥയുടെ ആരംഭത്തിൽ പറഞ്ഞിരുന്നല്ലോ, പച്ചയെ കാണാനായി നാട്ടിൽ നിന്നും വന്ന സിദ്ധനുണ്ണി. അയാൾ ഒരു പഴയ പട്ടാളക്കാരനാണെന്ന് പറഞ്ഞ് പോലീസുകാർക്ക് തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ സിദ്ധനുണ്ണിയെക്കുറിച്ച് അന്വേഷിച്ചു വെച്ചിരുന്ന CI ശങ്കർ അയാളോട് ചോദിക്കുന്നുണ്ട്, SI പ്രാണകുമാർ കൊല്ലപ്പെട്ട രാത്രിയിൽ നിങ്ങളോടൊപ്പം മറ്റൊരു സ്ത്രീയും നിങ്ങളുടെ വീട്ടിൽ ഇല്ലായിരുന്നോ എന്ന്. അതിന് സിദ്ധനുണ്ണി മറുപടി പറയുന്നത്, ഉണ്ടായിരുന്നു, അത് ജ്ഞാനാംബിക എന്ന സ്ത്രീയാണ്. ഞാൻ അവൾക്ക് മാന്യമായ ഒരു ഒളിത്താവളം കൊടുത്തതാണ്. അവൾ ശരിക്കും ഒരു പർപ്പസുമായിട്ടാണ് ഇവിടെ വന്നതെന്ന്. അതിന് CI ശങ്കർ ചോദിക്കുന്നത്, അവൾ വന്ന കാര്യം എന്തായിരുന്നാലും നീ അത് വിവരിച്ചു പറയണം. നീ എങ്ങനെയാണ് പച്ചയ്ക്കും അവന്റെ കാമുകിക്കും ഇടയിലുള്ള ഇടനിലക്കാരനായത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സിദ്ധനുണ്ണി പറഞ്ഞു തുടങ്ങുകയാണ്. സിദ്ധനുണ്ണി ഇപ്പോൾ ഒരു ബാങ്ക് മാനേജറായി വർക്ക് ചെയ്യുകയാണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. അങ്ങനെ അയാൾ ജോലിയിലായിരിക്കുന്ന ഒരു ദിവസം അയാളുടെ ഓഫീസിലാണ്. 7 മാസം മുൻപ് 55 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ അന്ന് സിദ്ധനുണ്ണിയെ കാണാനായിട്ട് അയാളുടെ ഓഫീസിലേക്ക് വരികയാണ്. വന്ന ആൾ തന്നെ പരിചയപ്പെടുത്താനായി സിദ്ധനുണ്ണിയോട് പറയുന്നുണ്ട്, സാറിന് എന്നെ ഓർമ്മയില്ലേ? അന്ന് രാത്രി സാർ ഒരു ജഡവുമായി തിരുനെൽവേലിയിലേക്ക് വന്നത് ഓർമ്മയില്ലേ? അന്ന് സാർ ഒരു പട്ടാളക്കാരന്റെ വേഷത്തിലായിരുന്നുവെന്ന്. ഇത് കേട്ട് സിദ്ധനുണ്ണി പറയുന്നത്, പ്ലീസ് എനിക്കിപ്പോൾ തിരക്കുണ്ട്, ഇപ്പോൾ സംസാരിക്കാൻ സമയമില്ല, പോയിട്ട് പിന്നീട് വരുമെന്ന്. ഇത് കേട്ട് അയാൾ ശരിയെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. പക്ഷേ അന്ന് സിദ്ധനുണ്ണി ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അപ്പോഴും അയാൾ സിദ്ധനുണ്ണിയെ കാത്ത് ഓഫീസിന് പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. സിദ്ധൻ അയാളോട് അയാളുടെ പേര് ചോദിക്കുകയാണ്. അയാൾ പേര് പറയുന്നു, എന്റെ പേര് യഥ അക്കണ്ണ. സിദ്ധനുണ്ണിക്ക് പരിചയമുള്ള പവൻ എന്ന ആളുടെ ഭാര്യയുടെ അച്ഛനാണ് ഈ യഥ അക്കണ്ണ. പവന്റെ ഭാര്യ ഇപ്പോൾ എന്തു ചെയ്യുന്നുവെന്ന് സിദ്ധനുണ്ണി അക്കണ്ണയോട് ചോദിക്കുന്നുണ്ട്. അയാൾ പറയുന്നത് ചെന്നൈയിലെ സൈനിക സ്കൂളിൽ ഒരു പ്യൂണായിട്ട് അവർ വർക്ക് ചെയ്യുകയാണെന്നാണ്. പവന്റെ ഭാര്യയായ തന്റെ മകൾ പറഞ്ഞു വിട്ടിട്ട് തന്നെയാണ് ഇപ്പോൾ സാറിനെ കാണാനായിട്ട് ഞാൻ വന്നതെന്ന് അക്കണ്ണ പറയുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ മരുമകനായ പവൻ മരിച്ചുപോയതാണ്. പവൻ മരിച്ച ശേഷം വിധവയായി കഴിഞ്ഞ തന്റെ മകളെ ഇപ്പോൾ മറ്റൊരു കല്യാണം കഴിക്കാനായിട്ട് പവന്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അക്കണ്ണയുടെ വിഷമം. അതിനവർ സമ്മതിക്കാത്തതിന്റെ മെയിൻ കാരണം പവൻ മരിച്ചതിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ആ പെൻഷൻ അവർക്ക് നഷ്ടമാകുമെന്ന് വിചാരിച്ചിട്ടാണ്. അവർ ഭയങ്കര ഗുണ്ടായിസമാണെന്നാണ് അക്കണ്ണ പറയുന്നത്. അക്കണ്ണ സിദ്ധനോട് പറയുന്നു, സാർ അന്ന് രാത്രി ഒരു ജനക്കൂട്ടത്തെ മുഴുവൻ ഒറ്റയ്ക്ക് നിയന്ത്രിക്കുന്നത് ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്ര ധൈര്യശാലിയായ സാറിന് എന്റെ മകളെ സഹായിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ 2 ദിവസം കഴിഞ്ഞ് അക്കണ്ണയുമായി പവന്റെ ഭാര്യയെ കാണാനായിട്ട് സിദ്ധൻ പോകുന്നു. അതിനിടയിൽ സിദ്ധൻ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്. അയാൾ പട്ടാളത്തിലായിരുന്ന കാലത്ത്
അവിടെ പട്ടാളക്കാരുടെ സ്റ്റാമിന, ഫിറ്റ്നസ് ഇതൊക്കെ പരിശോധിക്കാനായിട്ട് ഒരു സംഘം ആളുകൾ വരും. അവരെ വിളിക്കുന്നത് ഡയറക്ടറേറ്റ് ഓഫ് എയർ സ്റ്റാഫ് ഇൻസ്പെക്ടേഴ്സ് എന്നാണ്. ഡാസി എന്ന് ഷോർട്ടാക്കി വിളിക്കും. അങ്ങനെ ഇന്നോ നാളെയോ ആയിട്ട് ഡാസി ഇൻസ്പെക്ഷന് വരുമെന്ന് സിദ്ധൻ ഉൾപ്പെടുന്ന ക്യാമ്പിലേക്ക് വിവരം ലഭിച്ചിരിക്കുന്ന സമയം. സിദ്ധന്റെ കൊളീഗായിരുന്നു പവൻ. മുഴുവൻ പേര് യഥാ പവൻ. പവനും സിദ്ധനുണ്ണിയും ചേർന്ന് നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് കളിയും ചിരിയുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. അതിനിടയിൽ പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നറിയില്ല, എനിക്ക് നെഞ്ചെരിയുന്നു എന്ന് പവൻ പറയുന്നുണ്ട്. ഓടി വന്ന് സിദ്ധനുണ്ണി അവനെ താങ്ങി പിടിച്ചപ്പോഴേക്കും അവന്റെ വായിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങാൻ തുടങ്ങുന്നു. അവൻ തൽക്ഷണം മരിക്കുകയാണ്. പേരിനൊരു പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം അവനെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിച്ചു. അങ്ങനെ സിദ്ധനുണ്ണി യഥാപവന്റെ മൃതദേഹവുമായിട്ട് അവന്റെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. പവന്റെ നാട്ടിൽ വന്നിറങ്ങിയ സിദ്ധനുണ്ണി ആദ്യം വിളിച്ചത് പവന്റെ ബന്ധുവായ ബാബൂത്തയായിരുന്നു. ഈ ബാബൂത്തയുടെ കാര്യം നമ്മൾ മുമ്പേ സൂചിപ്പിച്ചല്ലോ. ആ പേര് കേട്ടപ്പോൾ CI ശങ്കർ ഇടയ്ക്ക് കയറി പറഞ്ഞു, എന്താണ് നീ പേര് പറഞ്ഞത്? സിദ്ധനുണ്ണി പറയുന്നു, ബാബൂത്ത. അപ്പോൾ CI ശങ്കർ പറഞ്ഞു, ഓക്കെ, നീ തുടർന്നോളൂ, ഞങ്ങളുടെ കഥയിലും ഈ കഥാപാത്രമുണ്ട്, കേൾക്കട്ടെ ഇത് എങ്ങോട്ട് പോകുമെന്ന്. അപ്പോൾ സിദ്ധൻ തുടർന്ന് പറയുകയാണ്, പവന്റെ മാമനാണ് ബാബൂത്ത. മരിക്കുന്നതിന്റെ തലേദിവസം പവൻ ഇയാളുമായി സംസാരിച്ചിരുന്നു. കുറച്ച് ദേഷ്യത്തോടെയും ഇടയ്ക്ക് നിസ്സഹായതയോടെയായിരുന്നു പവൻ ഇയാളുടെ ഫോണിൽ സംസാരിച്ചത്. പവന്റെ സംസാരം കുറച്ചൊക്കെ സിദ്ധൻ ഓർക്കുന്നുണ്ട്. മാമ, എനിക്കുറപ്പാണ്, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അതൊരിക്കലും സംഭവിക്കില്ല. അവളെ അനങ്ങാൻ വിടരുത്. ആളെ നിർത്തണം. നമ്മുടെ മാനം പോകാൻ പാടില്ല. എന്റെ മുഴുവൻ ശമ്പളവും ഞാൻ ഇതിനു വേണ്ടി തരാം എന്നൊക്കെയായിരുന്നു ആ ഫോൺ സംഭാഷണം. പക്ഷേ ഇതിന്റെ ഉള്ളിലെ കാര്യങ്ങൾ എന്താണെന്നൊന്നും സിദ്ധനുണ്ണി അന്ന് പവനോട് ചോദിച്ചിരുന്നില്ല. അങ്ങനെ പവന്റെ ഡെഡ് ബോഡിയുമായിട്ട് സിദ്ധനുണ്ണി അവന്റെ നാട്ടിലെത്തുകയാണ്. അവിടെ വെച്ച് ഡെഡ് ബോഡി അടക്കം ചെയ്യുന്ന സമയത്തെ ചൊല്ലി ബാബൂത്തയും സിദ്ധനുണ്ണിയും തമ്മിൽ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാവുന്നുണ്ട്. പവന്റെ ഡെഡ് ബോഡി എത്രയും പെട്ടെന്ന് അടക്കം ചെയ്യണമെന്നായിരുന്നു സിദ്ധനുണ്ണി പറയുന്നത്. കാരണം അത് അഴുകി തുടങ്ങിയിരുന്നു. എന്നാൽ ബാബൂത്ത പറയുന്നത് ഞങ്ങൾക്ക് ധാരാളം ചടങ്ങുകളുണ്ട്, സമയമെടുക്കുമെന്നായിരുന്നു. എന്നാൽ സിദ്ധനുണ്ണി അതിന് സമ്മതിച്ചില്ല. അങ്ങനെ സിദ്ധനുണ്ണി തന്നെ മുൻകൈയെടുത്ത് പവന്റെ മൃതദേഹം കുളിപ്പിക്കുകയും അവനെ ഫ്ലാഗ് പുതപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ സിദ്ധൻ അവിടെ ഒരു മൂലയ്ക്ക് മാറിയിരിക്കുന്ന പവന്റെ ഭാര്യയെ കാണുന്നുണ്ട്. 15-16 വയസ്സിന് അത്രയും പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി. പേര് ജ്ഞാനാംബിക. അതിനിടയിൽ പവന്റെ അമ്മായി അച്ഛനായ യഥാ അക്കണ്ണയും വന്ന് സിദ്ധനുണ്ണിയെ പരിചയപ്പെടുന്നുണ്ട്. പവന്റെ ഡെഡ് ബോഡി ഇപ്പോൾ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മദ്യപിച്ച് ലെക്കുകെട്ട് ബാബൂത്തയും ആ സംഘത്തിലുണ്ട്. മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന ബാബൂത്തയോട് പലതവണ സിദ്ധന് ആ യാത്രക്കിടയിൽ വഴക്കുണ്ടാക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ ശ്മശാനത്തിലെത്തി എല്ലാവിധ ബഹുമതികളും കൊടുത്ത് പവന്റെ ഡെഡ് ബോഡി ദഹിപ്പിക്കുന്നുണ്ട്. ഈ സമയത്തെല്ലാം ബാബൂത്ത അവിടെ നിർത്താതെ ഗുണ്ടായിസം കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം സിദ്ധനുണ്ണി പവന്റെ ഭാര്യയെ ഇങ്ങോട്ട് വിളിക്കാൻ പറയുന്നു. അവിടെയും ബാബൂത്ത ഇടയ്ക്ക് കയറുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, പവന്റെ അമ്മ എന്റെ പെങ്ങളാണെന്ന് പറഞ്ഞ് അയാൾ വഴക്കുണ്ടാക്കുന്നു. അതിന് സിദ്ധൻ മറുപടി പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്കുള്ളതല്ല, പവന്റെ ഭാര്യയ്ക്ക് തന്നുവിട്ട ഒരു തുകയാണ്, അത് അവർക്ക് തന്നെ കൊടുത്തേ പറ്റൂ. അതുമാത്രമല്ല, ഞങ്ങളുടെ കമാൻഡിംഗ് ഓഫീസർ ജീവൻ നഷ്ടപ്പെട്ട ഈ പട്ടാളക്കാരന്റെ ഭാര്യയോട് പറയാൻ ഏൽപ്പിച്ച ഒരു കാര്യമുണ്ട്, അതും എനിക്ക് അവളോട് നേരിട്ട് പറഞ്ഞേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അവളെ വിളിക്കാൻ സിദ്ധൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ആരോ അവിടെ ജ്ഞാനാംബികയെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഭാഗത്തേക്ക് സിദ്ധനുണ്ണി ജ്ഞാനാംബികയെ കൊണ്ടുപോയി സംസാരിക്കാനായി ആരംഭിക്കുന്നു. സിദ്ധനുണ്ണി ജ്ഞാനാംബികയോട് പറയുന്നത്, പവന് നിന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, നിന്നെപ്പോലെ ഒരു ഭാര്യയെ കിട്ടിയത് അവന്റെ ഭാഗ്യമാണെന്ന് അവൻ എപ്പോഴും പറയുമായിരുന്നു എന്നൊക്കെ. അതിന് മറുപടിയായി ജ്ഞാനാംബിക പറയുന്നത്, അതൊക്കെ പച്ച കള്ളമാണ്, എന്റെ ജീവിതം അയാളോടൊപ്പം നരകമായിരുന്നു, വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും എനിക്ക് അനുവാദമുണ്ടായിരുന്നില്ല. പവൻ പറഞ്ഞതിന് നേരെ വിപരീതമായി ജ്ഞാനാംബിക പറയുന്നത് കേട്ടപ്പോൾ സിദ്ധനുണ്ണിയൊന്ന് അമ്പരന്നെങ്കിലും കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. കമാൻഡിംഗ് ഓഫീസറുടെ നമ്പർ ഒരു പേപ്പറിൽ എഴുതി അവൾ കൊടുത്തിട്ട് പറഞ്ഞു, എപ്പോഴെങ്കിലും ഇതിലേക്കൊന്ന് വിളിക്കണം, നിന്റെ അവസ്ഥ കേൾക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും സഹായം ഇവിടെ നിന്ന് കിട്ടാതിരിക്കില്ല. അവൾ അതിന് സമ്മതം മൂളി. അപ്പോഴേക്കുമാണ് പെട്ടെന്ന് ആരോ അവളെ ആ ചെടികൾക്കിടയിലേക്ക് പിടിച്ചു വലിച്ചത്. അതൊരു പയ്യനായിരുന്നു. അവരുടെ പുറകെ ഓടിച്ചെന്ന സിദ്ധനുണ്ണി കാണുന്നത് ആ പയ്യൻ ജ്ഞാനാംബികയെ ഒരു ഓട്ടോയിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയാണ്.
പക്ഷേ അവൻ അതിന് കഴിയുന്നതിന് മുൻപേ തന്നെ ബാബൂത്ത അവന്റെ മേലേക്ക് ചാടി വീഴുകയാണ്. ബാബൂത്തയും അയാളുടെ കുറച്ച് ആളുകളും കൂടെ ചേർന്ന് ആ പയ്യനെ തലങ്ങും വിലങ്ങും മർദ്ദിക്കാൻ തുടങ്ങി. പക്ഷെ അവൻ എങ്ങനെയോ ആ അടിക്കിടയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിപ്പോവുകയാണ് ചെയ്തത്. അവൻ പോയ ഉടനെ അവിടെ കൂടി നിന്ന് എല്ലാവരും കൂടെ ചേർന്ന് ജ്ഞാനാംബികയെ എന്തൊക്കെയോ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. ഉടനെ ജ്ഞാനാംബിക ഓടി വന്ന് സിദ്ധനുണ്ണിയുടെ പുറകിൽ ഒളിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് അവള് വലിയ ശബ്ദത്തിൽ ബാബൂത്തോട് അലറുകയാണ്, ഞാൻ കെട്ടുന്നെങ്കിൽ അവനെ തന്നെ കെട്ടും. നിന്റെ മരുമകനോടൊപ്പമുള്ള ജീവിതം എനിക്ക് നരകമായിരുന്നു. അവൻ വെറും ഒരു നായയായിരുന്നു എന്നൊക്കെ ഭയങ്കര ദേഷ്യത്തിൽ അവൾ പറയുകയാണ്. അവളുടെ ഉള്ളിലുള്ള ദേഷ്യമെല്ലാം അങ്ങനെ ബാബൂത്തയോട് പുറത്തു വന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ സിദ്ധനുണ്ണിക്ക് തോന്നി, ഇത്രയും നേരം ഞാൻ വെറും പാവം ഒരു പെണ്ണായിരുന്നു എന്ന് കരുതിയ ഇവൾ ഇത്രയും തന്റേടിയായിരുന്നോ എന്ന്. അവിടെ ഇങ്ങനെ ബഹളങ്ങൾ നടക്കുമ്പോഴേക്കും സിദ്ധനുണ്ണിക്ക് തിരികെ പോകാനുള്ള വണ്ടി വന്നു. അതിൽ കയറി അയാൾ തിരികെ പോവുകയും ചെയ്തു. ഈ നടന്ന കാര്യങ്ങളെല്ലാം ജ്ഞാനാംബികയെ കാണാൻ അവളുടെ അച്ഛനായ യഥാ അക്കണ്ണയുമായി അവളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് സിദ്ധനുണ്ണി ഓർത്തെടുത്തതാണല്ലോ. മാത്രമല്ല ഈ കഥയെല്ലാം CI അച്യുത് ശങ്കറിനോട് സിദ്ധനുണ്ണി പറയുന്നതാണ്. ഫ്ലാഷ് ബാക്ക് പറഞ്ഞു നിർത്തിയ സിദ്ധനുണ്ണിയോട് അച്യുത് ശങ്കർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ അന്ന് അവളുടെ അച്ഛനുമായി ജ്ഞാനാംബികയെ കാണാൻ ചെന്നപ്പോൾ അവൾ എന്തായിരുന്നു നിങ്ങളോട് പറഞ്ഞത്? സിദ്ധനുണ്ണി കണ്ടിന്യൂ ചെയ്യുന്നു. അന്ന് അവിടെ അവളെ കാണാൻ ചെന്നപ്പോൾ അവൾ ഒരുപാട് നന്ദിയോടെയും ബഹുമാനത്തോടു കൂടെയും സിദ്ധനുണ്ണിയോട് സംസാരിക്കുന്നുണ്ട്. അന്ന് സിദ്ധനുണ്ണി കൊടുത്ത നമ്പറിൽ വിളിച്ചതുകൊണ്ടാണ് തനിക്കിപ്പോൾ ജോലി കിട്ടിയതെന്നും അതിലൊരുപാട് നന്ദിയുണ്ടെന്നും ഒക്കെ അവൾ പറയുന്നുണ്ട്. അതുമാത്രമല്ല, അന്ന് സിദ്ധനുണ്ണി പോയ ശേഷം ആ പയ്യനുമായി ഒളിച്ചോടാൻ ശ്രമിച്ചതിന് അവൾക്ക് ഒരുപാട് മർദ്ദനങ്ങളും വീട്ടു തടങ്കലുമൊക്കെ അവളുടെ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പിന്നീട് അവൾ കല്യാണം കഴിക്കാനും ശ്രമിച്ചില്ല. അവൾ ഇനി കെട്ടാനേ പാടില്ല എന്നുള്ള ഒരു രീതിയിലായിരുന്നു അവളുടെ ഭർത്താവിന്റെ വീട്ടുകാർ സംസാരിച്ചത്. കാരണം ഇനി അവൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പവന്റെ മരണത്തോടനുബന്ധിച്ച് കിട്ടുന്ന സർവീസ് പെൻഷൻ കിട്ടില്ലല്ലോ. അവൾ ഇപ്പോഴും പവന്റെ വിധവയായിരുന്നാൽ അവൾക്ക് കിട്ടുന്ന ആ കാശ് അയാളുടെ അമ്മയ്ക്കും കൂടെ അവകാശപ്പെട്ടതാണ്. അപ്പോൾ അവൾ മറ്റൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നഷ്ടമാകുമല്ലോ എന്ന് കരുതിയാണ് അവളെ മറ്റൊരു കല്യാണം കഴിക്കാൻ അവർ സമ്മതിക്കാതെ ഇരുന്നത്. പിന്നീട് കുറച്ചു നാളുകൾക്ക് മുൻപ് അവർ ഒരു കോംപ്രമൈസിലെത്തി. 5 വർഷത്തെ മുഴുവൻ പെൻഷനും പവന്റെ അമ്മയ്ക്ക് കൈമാറിയാൽ അവൾക്ക് മറ്റൊരു കല്യാണം കഴിക്കാമെന്നവർ സമ്മതിച്ചു. പക്ഷേ ആ തോട്ടി പയ്യനെ മാത്രം കെട്ടാൻ പാടില്ല, വേറെ ആരെ വേണമെങ്കിലും കെട്ടാം. അവർ അങ്ങനെ പറഞ്ഞെങ്കിലും ഇവൾക്ക് അവനെ തന്നെ കെട്ടാനായിരുന്നു ആഗ്രഹം. അങ്ങനെ ഒരുവിധം അവൾ 5 വർഷത്തെ പണം മുഴുവൻ ആ അമ്മയ്ക്ക് ഒപ്പിച്ചു കൊടുത്തു. അപ്പോൾ സിദ്ധനുണ്ണി അവളോട് ചോദിക്കുന്നുണ്ട് ആ പയ്യൻ ആരാണെന്ന്. അതിനവൾ പറയുന്നുണ്ട് അവന്റെ പേര് പച്ചയ്യപ്പൻ എന്നാണ്, പച്ചയെന്ന് വിളിക്കും. പവനുമായി ഇവൾ കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെയും അവൾ പച്ചയുമായിട്ട് പ്രണയത്തിലായിരുന്നു. പവൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ടാണ് അവൾക്ക് അവനെ കല്യാണം കഴിക്കാൻ കഴിയാതെ ഇരുന്നത്. പച്ചൈ അവളെ കാണാതിരിക്കാനായിട്ട് പവൻ എപ്പോഴും അവളെ വീട്ടിൽ തന്നെ അടച്ചിടുമായിരുന്നു. പുറത്തു പോകാനോ ആരുമായി സംസാരിക്കാനോ അവൾക്ക് അനുവാദമുണ്ടായിരുന്നില്ല. കൂടാതെ മർദ്ദനവും പതിവായിരുന്നു. പവന്റെ സംസ്കാരത്തിന് ശേഷമാണ് അവൾ പുറംലോകം തന്നെ കാണുന്നത്. അന്ന് പവന്റെ സംസ്കാരം കഴിഞ്ഞ ആ ദിവസം ജ്ഞാനാംബികയെ ഓട്ടോയിൽ കയറ്റി ഒളിച്ചോടാനായിട്ട് പച്ചൈ ശ്രമിച്ചിരുന്നല്ലോ. അന്ന് അവനെ പിടികൂടുകയും ചെയ്തിരുന്നല്ലോ. അതിന്റെ ഭാഗമായി പിന്നീടുണ്ടായ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പച്ചയെയും അമ്മയെയും ആ ഊരിൽ നിന്നും വിലക്കിയതും അവർക്ക് ആ നാട് വിട്ട് തിരുവനന്തപുരത്തേക്ക് ഓടി വരേണ്ടി വന്നതും. പിന്നീട് ജ്ഞാനാംബിക അവൻ തിരുവനന്തപുരത്തുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവനെ കാണാനായി വന്നിരുന്നു. പക്ഷെ അവൻ അവളെ കാണാനോ മിണ്ടാനോ കൂട്ടാക്കിയില്ല. ജ്ഞാനാംബിക സിദ്ധനുണ്ണിയോട് പറയുന്നുണ്ട് അവന് എന്തോ ഭയമുണ്ട്, ഇല്ലെങ്കിൽ അവൻ എന്നോട് ഇങ്ങനെ പെരുമാറില്ല. എന്താണ് അവന്റെ ഭയമെന്ന് എനിക്കറിയണം, എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന്. സാർ ആ ഒറ്റ രാത്രി കൊണ്ട് അത്രയും പേരെയും പ്രത്യേകിച്ച് ബാബുത്തെയും ചേർത്ത് നിന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ സഹായിക്കാൻ സാറിന് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുട്ടുകുത്തി യാചിക്കുകയാണ്. അങ്ങനെയാണ് അന്ന് ജ്ഞാനാംബികയെയും കൂട്ടി സിദ്ധനുണ്ണി മൃഗശാലയിലേക്ക് വന്നത്. ജ്ഞാനാംബികയെ കാണിക്കാൻ വേണ്ടിയായിരുന്നു അവൻ നമ്മുടെ കഥയുടെ ആരംഭത്തിൽ കണ്ടതുപോലെ പച്ചയെ കണ്ട് ജ്ഞാനാംബിക പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുന്നതും പച്ചൈ അതൊന്നും ശ്രദ്ധിക്കാതെ ഓടിമറയുന്നതും. പച്ചയുടെ ഈ പ്രവൃത്തി കണ്ട് സങ്കടമായ ജ്ഞാനാംബിക അന്ന് ഒരുപാട് കരയുന്നുണ്ട്. പിന്നീട് അവൾ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ഇത്രയും കഥ സിദ്ധനുണ്ണി പറഞ്ഞു നിർത്തിയപ്പോൾ അച്യുത് ശങ്കർ അവനോട് പറയുന്നുണ്ട്, ശരി, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഒന്നുകൂടെ അവളെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കണം. പച്ചൈ അവളെ കാണാനായി തയ്യാറാണെന്ന് അവളോട് പറ, അവൾ വരും. സിദ്ധനുണ്ണി അത് സമ്മതിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്നു.
പിറ്റേ ദിവസം ക്രൈംബ്രാഞ്ച് ഓഫീസ്. SI ആന്റണി ഇപ്പോൾ CI ശങ്കറിനെ കാണാൻ വന്നിരിക്കുകയാണ്. ആന്റണി ബാബുത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയിരുന്നു. ബാബൂത്ത് ബേസിക്കലി ഒരു വിവാഹ തട്ടിപ്പുകാരനാണെന്നും അയാൾ പല സ്ഥലങ്ങളിൽ നിന്നും കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുമൊക്കെ SI ആന്റണിയുടെ അന്വേഷണത്തിൽ കാണുന്നുണ്ട്. ഇപ്പോ അതിൽ ഏത് ഭാര്യയുടെ കൂടെയാണെന്ന് ആർക്കും അറിയില്ല. അതിനുശേഷം CI അച്യുത് ശങ്കർ ഡോക്ടർ ഡാവിഞ്ചിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അദ്ദേഹം അവിടെ എത്തുമ്പോൾ ഡോക്ടർ ഡാവിഞ്ചിയും കൗൺസിലർ പാളയം പ്രഭയുമായി തർക്കിക്കുകയായിരുന്നു. എന്താണ് പ്രശ്നമെന്ന് ശങ്കർ ചോദിക്കുമ്പോൾ കൗൺസിലർ പറയുന്നത്, ആ പയ്യൻ കട്ടതിന്റെ ആ തൊണ്ടി മുതൽ ഡോക്ടർ ഡാവിഞ്ചിയുടെ കയ്യിലുണ്ട്. അതിപ്പോൾ ഞാൻ തിരികെ ചോദിക്കുമ്പോൾ അയാൾ തരുന്നില്ല എന്നാണ്. അപ്പോൾ ഡോക്ടർ കൗൺസിലറോട് പറയുന്നുണ്ട്, താൻ എന്തൊരു മണ്ടനാ, അതിപ്പോ ഞാൻ തിരിച്ചു പോലീസിന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അപ്പോൾ തന്നെ നമ്മളെ തട്ടില്ലേ, പ്രാണകുമാറിനോട് ചെയ്തതുപോലെ. ശരിക്കും ആ തൊണ്ടി മുതൽ ഡോക്ടറുടെ കയ്യിൽ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ CI ശങ്കർ ആയിരുന്നു കൗൺസിലറെ അങ്ങോട്ട് വിട്ടത്, ഡോക്ടറോട് ചോദിച്ച് ആ തൊണ്ടി എങ്ങനെയെങ്കിലും പോലീസുകാർക്ക് എത്തിച്ചു കൊടുക്കാൻ. ഇപ്പൊ ശങ്കർ ഡോക്ടറോട് പറയുന്നുണ്ട്, നിങ്ങളെ ആരും കൊല്ലത്തില്ല, ആ തൊണ്ടി ഇങ്ങ് തിരിച്ചു തന്നേക്ക്, ഞങ്ങളത് സൂക്ഷിച്ചു കൊള്ളാം. ഇപ്പൊ കൗൺസിലർ അവിടെ നിന്നും പോകുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ CI ശങ്കറിനോട് പറയുന്നുണ്ട്, കൂടെയുള്ള ഒരാൾ പെട്ടെന്ന് ഇല്ലാതായപ്പോൾ എനിക്കൊരു പേടിയായി തുടങ്ങിയിരിക്കുന്നു, അവൻ എന്നെയും എന്തെങ്കിലും ചെയ്യുമോ എന്ന്. അതിന് CI ശങ്കർ ഡോക്ടറോട് മറുപടി പറയുന്നത്, നിങ്ങൾ പേടിക്കേണ്ട, അവൻ ഇനി പുറത്തിറങ്ങില്ല, അവൻ ഇപ്പോൾ അകത്താണ്, അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യും. ഈ സംഭവത്തിന് ശേഷം നമ്മൾ കാണുന്നത് സിത്തനുണ്ണിയുടെ വീടാണ്. നേരത്തെ പോലീസുകാർ പറഞ്ഞതനുസരിച്ച് പച്ചയെ എന്തൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിച്ച സിത്തനുണ്ണി അയാളുടെ വീട്ടിലേക്ക് പച്ചയെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഇനി പോലീസുകാർ പറഞ്ഞതുപോലെ പച്ചയെ നിന്നെ കാണാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞ് ജ്ഞാനാംബികയെ കൊണ്ടുവരണം. ആ പദ്ധതിയും വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജ്ഞാനാംബികയും അവിടെ ഒരു വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നു. അവളുടെ കണ്ണുകളിൽ നല്ല സന്തോഷം പ്രകടമായി കാണാം. നാളുകൾക്ക് ശേഷം തന്റെ കാമുകനെ കണ്ട സന്തോഷത്തിൽ അവൾ കരഞ്ഞുകൊണ്ട് അവനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവൾ അവനോട് പറയുന്നുണ്ട്, നമുക്ക് ഒന്നിച്ചു ജീവിക്കാം, ഇനി ആരും നമ്മളെ അകറ്റാൻ വരില്ല എന്ന്. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞ് സിത്തനുണ്ണിയും പച്ചയും ജ്ഞാനാംബികയും ഭക്ഷണം കഴിക്കാനായിരുന്നു. ഭക്ഷണശേഷം പച്ച എണീറ്റ് പോയപ്പോൾ സിത്തനുണ്ണി ജ്ഞാനാംബികയോട് പറയുന്നുണ്ട്, അവന്റെ മാനസികാവസ്ഥ ഇപ്പോഴും ശരിയല്ല. അതിനു മറുപടിയായി ജ്ഞാനാംബിക പറയുന്നത്, അവൻ ആദ്യം ഈ കാട്ടാളന്മാരുടെ ഇടയിൽ നിന്നും ഒന്ന് രക്ഷപ്പെടട്ടെ, അവൻ ശരിയായിക്കോളുമെന്ന്. അപ്പോൾ സിത്തനുണ്ണി ജ്ഞാനാംബികയോട് പറയുന്നു, അതിനുവേണ്ടി നീ ആ കടുംകൈ ചെയ്യണമായിരുന്നില്ല. അതിന് ജ്ഞാനാംബിക ചോദിക്കുന്നു, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ സിത്തനുണ്ണി, നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുകൾ നിലയിലേക്ക് നോക്കുന്നു. അപ്പോൾ ജ്ഞാനാംബികയെ അതിശയിപ്പിച്ചുകൊണ്ട് CI അച്യുത് ശങ്കർ ഇറങ്ങി വരികയാണ്. അദ്ദേഹം ജ്ഞാനാംബികയ്ക്ക് തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതേ സമയം പുറത്ത് വനിതാ പോലീസ് അടങ്ങുന്ന ഒരു സംഘം പ്രത്യക്ഷപ്പെടുന്നു. ജ്ഞാനാംബിക അസ്വസ്ഥയാവാൻ തുടങ്ങി. ഏതായാലും CI ശങ്കർ അവളോട് ചോദിക്കുന്നുണ്ട്, മെയ് 1 നീ തിരുവനന്തപുരത്തുണ്ടായിരുന്നു അല്ലേ? അതിനവൾ പറഞ്ഞു, ഉണ്ടായിരുന്നു, പക്ഷെ രാത്രി തിരിച്ചുപോയി. ശങ്കർ ചോദിക്കുന്നു, പകൽ എന്തായിരുന്നു പരിപാടി? അതിനവൾ മറുപടി പറഞ്ഞു, ഉച്ചയ്ക്ക് ശേഷം ഞാൻ ആ മൃഗഡോക്ടറെ വിളിച്ചിരുന്നു, പച്ചയെ വിട്ടുതരണമെന്ന് പറഞ്ഞു. അതിന് മൃഗഡോക്ടർ മറുപടി പറഞ്ഞത്, ഞാനല്ല, SI ആണ് അവന്റെ കാര്യം തീരുമാനിക്കുന്നതെന്നാണ്. അങ്ങനെ ഞാൻ വീണ്ടും SIയെ വിളിച്ചു. അതിനയാൾ എന്റെ അടുത്തേക്ക് വരാനാണ് അവളോട് പറഞ്ഞത്. അങ്ങനെ ജ്ഞാനാംബിക SIയുടെ അടുക്കൽ ചെല്ലുമ്പോൾ അയാൾ മദ്യപിച്ചിരിക്കുകയായിരുന്നു. അവിടെ ചെന്ന് പച്ചയെ വിട്ടുതരണമെന്ന് അവൾ ആവശ്യപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞത്, അധികം കളിച്ചാൽ അവനെ ട്രിവാൻഡ്രത്തെ സെൻട്രൽ ജയിലിൽ അടയ്ക്കുമെന്നും പിന്നെ അവനെ കാണാൻ കഴിയില്ലെന്നും അവിടെ കിടന്നവൻ ചത്തുപോകുമെന്നും ഒക്കെ അയാൾ പറഞ്ഞുവെന്ന്. ഈ ദേഷ്യത്തിൽ ജ്ഞാനാംബിക CIയെ ചവിട്ടുന്നുണ്ട്. ചവിട്ടിയതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. CI അവളോട് പറഞ്ഞു അത്രേ, പച്ചയെ വിട്ടുകൊടുക്കണമെങ്കിൽ പകരം ജ്ഞാനാംബിക അടിമയായി നിൽക്കണമെന്ന്. അപ്പോൾ അച്യുത് ശങ്കർ അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് അയാളെ കൊല്ലാനുള്ള ദേഷ്യം വന്നിരുന്നില്ലേ? കൊല്ലാൻ നിനക്ക് ധൈര്യമുണ്ടോ? അതിന് അവൾ മറുപടി പറയുന്നത്, തീർച്ചയായും ഉണ്ട്. അയാളെ കൊന്നാൽ പച്ചയെ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ ഉറപ്പായും ഞാൻ കൊല്ലും. അപ്പോൾ CI ശങ്കർ അവളോട് ചോദിക്കുന്നു, പിന്നീട് എന്താണ് ഉണ്ടായത്? അതിനവൾ മറുപടി പറയുന്നു, അപ്പോൾ പ്രാണകുമാർ പറഞ്ഞു അത്രേ, നീ ഇങ്ങനെ ഇവിടെ കിടന്ന് ബഹളമുണ്ടാക്കിയാൽ നാളെ തന്നെ പച്ചയ്ക്കെതിരായുള്ള മോഷണ കേസിൽ അവനെ കസ്റ്റഡിയിലെടുക്കുമെന്നും നീ പിന്നീട് അവനെ കാണില്ല എന്നും. പച്ചയ്ക്കെതിരായുള്ള ഈ മോഷണ കേസിന്റെ കാര്യമൊന്നും തനിക്ക് മുൻപേ അറിയില്ലായിരുന്നത് കൊണ്ട് അന്നേരം അമ്പരന്ന് പോയ താൻ അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി എന്നാണ് ജ്ഞാനാംബിക പറയുന്നത്. ഇത് കേട്ട് ഒന്ന് ശബ്ദമുയർത്തിക്കൊണ്ട് CI ശങ്കർ അവളോട് ചോദിക്കുകയാണ്, നീ പറഞ്ഞത് കള്ളമാണ്. നീ അന്നേരം അവിടെ നിന്നും പോയില്ല. അയാൾ മദ്യപിച്ച് ബോധം നഷ്ടപ്പെടുന്നവരെ അവിടെ കാത്തുനിന്ന നീ തിരികെ വന്നപ്പോൾ
ബോധമറ്റ് കിടക്കുന്ന അയാളെ ബോക്സിംഗ് ഗ്ലൗ വെച്ച് മുഖമിടിച്ച് പരത്തുകയും പിന്നീട് ഷോൾ കഴുത്തിലിട്ട് മുറുക്കി കൊല്ലുകയുമാണ് ചെയ്തത്. എന്നിട്ട് നീ ചെന്നൈക്ക് മടങ്ങി. ഇത്രയും കേട്ട് പച്ചൈ ചാടി എണീറ്റ് ദേഷ്യപ്പെട്ടു അവൾ അങ്ങനെ ചെയ്യില്ല എന്ന്. അപ്പൊ ശങ്കർ അവനോട് ചൂടായി മര്യാദക്ക് എവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് വീണ്ടും ജ്ഞാനാംബികയോട് ചോദിക്കുന്നു, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, നീ ഒരു ബോക്സർ അല്ലേ? അതിന് ജ്ഞാനാംബിക മറുപടി പറഞ്ഞു, ചെറിയ രീതിയിലൊക്കെ എനിക്കറിയാം. എനിക്ക് ടെൻഷനായിരുന്ന സമയത്ത് ഞാൻ പഠിക്കാൻ പോയതാണ്. മരിച്ചുപോയ പട്ടാളക്കാരുടെ ഭാര്യമാർക്ക് അങ്ങനെയുള്ള ക്ലാസുകൾ ലഭ്യമായിരുന്നു. ഈ സമയത്ത് CI ആന്റണി ആ വീടിനുള്ളിലേക്ക് കടന്നു വന്നുകൊണ്ട് ശങ്കറിനോട് പറയുകയാണ്, സർ, ഇവളുടെ കാറിൽ നിന്നും ഒരു ബോക്സിംഗ് ഗ്ലൗ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവൾ പറയുന്നു, എന്റെ കാറിൽ ബോക്സിംഗ് ഗ്ലൗ ഒന്നുമില്ല. അവൾ അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞുവെങ്കിലും ആ കാറിൽ നിന്നും ശരിക്കും ബോക്സിംഗ് ഗ്ലൗ കിട്ടുന്നുണ്ട്. അപ്പൊ ആന്റണി അവളോട് ചോദിക്കുന്നുണ്ട്, ഇതിന്റെ പേര് എവിടെയെന്ന്. അറിയില്ല എന്നാണ് അവളുടെ മറുപടി. അതിന് CI പറഞ്ഞു, അതെനിക്കറിയാം, കാരണം അതന്ന് ആ ക്രൈം സീനിൽ നിന്നും കിട്ടിയിരുന്നല്ലോ. അതുകൊണ്ട് അയാൾ പറയുന്നു, ഇനി നീ അയാളെ മുറുക്കിക്കൊന്ന ആ ഷോൾ എവിടെയെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആ സമയത്ത് പച്ചൈ തേങ്ങിക്കരയുന്നത് കേൾക്കാമായിരുന്നു. ഇത് കേട്ട് ജ്ഞാനാംബിക ദേഷ്യത്തോടെ പച്ചയോട് പറയുകയാണ്, നാണമില്ലാത്തവനെ, നായെ പോലെ കിടന്നിങ്ങനെ മോങ്ങാതെ ആണിനെ പോലെ പെരുമാറട എന്ന്. ജ്ഞാനാംബിക കുറച്ച് തന്റേടിയാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ CI ശങ്കർ അവളോട് പറയുന്നു, നിന്റെ പ്രകടനമൊക്കെ മതി, ഇപ്പോൾ ഞങ്ങളോടൊപ്പം വാ. അപ്പോൾ ജ്ഞാനാംബിക പറഞ്ഞു, എങ്ങോട്ട് വരാൻ? ഞാൻ എവിടെ പോയാലും ഇവനെയും കൊണ്ടേ പോകൂ. അപ്പോൾ CI പറഞ്ഞു, വെറുതെ പ്രകടനം കാണിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങരുത്. അപ്പോൾ ഒരു വനിതാ പോലീസ് വന്ന് അവളെ ബലമായിട്ട് ജീപ്പിൽ കയറ്റുന്നു. പച്ചയാണെങ്കിൽ വേദനയോടെ അത് നോക്കി നിൽക്കുകയാണ് ചെയ്തത്. പോലീസുകാരുടെ പ്രകടനം കണ്ട് അമർന്നു നിന്ന സിദ്ധനുണ്ണിയോട് CI ശങ്കർ പറയുന്നത്, ക്രൈം സീനിലെ DNA റിസൾട്ട് ഇന്നലെ വന്നിരുന്നു. അവിടുന്ന് കിട്ടിയ ഒരു മുടിയിട ഇവളുടെ DNAയുമായിട്ടാണ് മാച്ച് ആയത്. അതിനുവേണ്ടി ഞങ്ങൾ ചെന്നൈയിലെ സൈനിക ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവളുടെ ബ്ലഡ് സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ ജ്ഞാനാംബികയുമായി പോലീസ് അവിടെ നിന്നും യാത്ര തിരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പത്രങ്ങളിലെല്ലാം SI പ്രാണകുമാരുടെ വധവുമായി ബന്ധപ്പെട്ട് ഒരു തമിഴ്നാടുകാരിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് വാർത്തകൾ വന്നു തുടങ്ങി. പിന്നീട് പോലീസുകാർ പച്ചയെ മൃഗശാലയിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുവരുന്നു. അതിന് കാരണമായി അവർ പറയുന്നത് പച്ചയുടെ അറിവോടെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നും അങ്ങനെയെങ്കിൽ അവൻ കൂട്ടുപ്രതിയാണെന്നുമാണ്. അങ്ങനെ അവിടെ എത്തിയ പച്ചൈ തെളിവെടുപ്പിനിടയിൽ താൻ സ്ഥിരം ചെയ്യുന്ന ജോലി പോലെ തന്നെ അവിടെ കാണുന്ന മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുകയും അവിടെ വിസർജ്യം മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവൻ ഇതിനായി ഒരു പുലിയുടെ കൂട്ടിൽ കയറിപ്പോയപ്പോൾ എല്ലാവരും അമ്പരന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ അവന് മാത്രം ഒരു പേടിയുമില്ല. അവനോടും ആ പുലി നല്ല ഫ്രണ്ട്ലിയായി പെരുമാറുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും അതിശയമായി. അപ്പോൾ പച്ചൈ അവിടെ കൂടി നിന്നവരോട് പറയുന്നുണ്ട്, മൃഗശാല നോക്കുന്ന പുതിയ മന്ത്രിക്ക് ഒരു കത്തെഴുതണം, ആരെങ്കിലും ഒരു പേനയും പേപ്പറും എടുത്തോണ്ട് വായെന്ന്. അവന് മലയാളം അറിയാത്തത് കൊണ്ട് തന്നെ തന്റെ കൊളീഗായ ചെല്ലപ്പനെ കൊണ്ട് അവൻ കത്തെഴുതിക്കുന്നു. ഇപ്പോഴും അവൻ പുലിക്കൂട്ടിൽ തന്നെ ആണ് കേട്ടോ. പോലീസുകാരും മറുത്തൊന്നും പറയുന്നില്ല. അവന്റെ കത്തിൽ അവൻ പറയുന്നത് ഈ സ്കാവഞ്ചർ എന്ന തസ്തികയെ പറ്റിയും ഈ ജോലി ചെയ്യുന്നവർ അനുഭവിക്കേണ്ടി വരുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടിനെ പറ്റിയുമൊക്കെയാണ്. പൊതുവെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കാണ് ഈ സ്കാവഞ്ചർ ജോലി ലഭിക്കാറുള്ളത്. സ്കാവഞ്ചർ എന്നാണ് തന്റെ ജോലിയുടെ പേരെന്ന് പറഞ്ഞാൽ താനൊരു തോട്ടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുമെന്നും അതുകൊണ്ട് തന്നെ സ്കാവഞ്ചർ എന്ന പേര് മാറ്റി ഈ ജോലിക്ക് ക്ലീനർ എന്നോ സാനിറ്റേഷൻ അസിസ്റ്റന്റ് എന്നോ പേരിടണമെന്നുമാണ് അവന്റെ അപേക്ഷ. ഇങ്ങനെ തന്റെ മനസ്സിലുള്ളതെല്ലാം ആ കത്തിൽ എഴുതിയ ശേഷം അവൻ പുലിക്കോട്ടിൽ നിന്നും പുറത്തിറങ്ങി. പിന്നീട് അവൻ പോലീസുകാരോടൊപ്പം പോകുമ്പോൾ അവനെ സ്നേഹിച്ചിരുന്ന അവന്റെ കൂടെ ജോലി ചെയ്ത ആൾക്കാരൊക്കെ അവനെ വന്ന് കെട്ടിപ്പിടിച്ച് യാത്രയാക്കുന്നുണ്ട്. പിന്നീട് കാണുന്നത് അന്ന് രാത്രി പ്രാണകുമാരന്റെ ഭാര്യയായ മേരി പുഷ്പത്തിന്റെ വീട്. ആരോ അവരുടെ വീട്ടിന്റെ 2ാം നിലയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നു. ശബ്ദം കേട്ട് ഉണർന്ന മേരി ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ രൂപം പറയുന്നത്, ഇത് ഞാനാ പച്ചൈ, തുറക്കടി വാതിൽ എന്നാണ്. മേരി കിടുങ്ങിപ്പോയി. നീ ജയിൽ ചാടിയോ എന്ന് അമ്പരപ്പോടെ അവൾ ചോദിക്കുന്നു. അതിനു മറുപടിയായി പച്ചൈ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. മേരി ദേഷ്യത്തോടെ പറയുന്നു, ഞാൻ പോലീസിനെ വിളിക്കും, നീ മര്യാദക്ക് ഇവിടുന്ന് പോ. അപ്പൊ പച്ചൈ പറയുന്നു, എന്തിനാ വിളിക്കുന്നത്, നിങ്ങൾ തന്നെ പോലീസല്ലേ. മേരിയുടെ റൂമിന്റെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറിയ പച്ചയെ പെട്ടെന്ന് ആരോ ആക്രമിക്കുന്നു. പക്ഷെ ആക്രമിച്ചത് ഒരു സ്ത്രീ ആയിരുന്നില്ല. പച്ചൈ പക്ഷേ വലിയ പരിക്കുകളൊന്നുമില്ലാതെ ഒഴിഞ്ഞു മാറി. ആ സമയത്ത് മേരിയും അവനെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ പച്ചൈ പെട്ടെന്ന് ഫ്രണ്ട് ഡോറിന്റെ അടുക്കലേക്ക് ചെന്ന് വാതിൽ തുറന്ന് ലൈറ്റിട്ട് ആരെയൊക്കെയോ ഉള്ളിലേക്ക് കയറ്റി. കയറി വന്നത് മറ്റാരുമായിരുന്നില്ല, CI അച്യുത് ശങ്കറും SI ആന്റണിയുമായിരുന്നു.
കൂടെ 2-3 പോലീസുകാരും. ഇവിടെ എന്താണിപ്പോ നടക്കുന്നതെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? പറയാം. ഉള്ളിലേക്ക് വന്ന പോലീസുകാർ കണ്ടതോ ചമ്മി നാറിയ മുഖത്തോടെ നിൽക്കുന്ന ഡോക്ടർ ഡാവിഞ്ചി പ്രഭാകരൻ, കൂടെ മേരിയും. ഉടനെ മേരി പോലീസുകാരോട് പറയുകയാണ്, സർ, ഇവൻ ഇവിടെ മുകളിലുണ്ടെന്നറിഞ്ഞ് ഞാൻ ഡോക്ടറെ വിളിച്ചു വരുത്തിയതാണ്. അതിന് CI ശങ്കർ മറുപടി പറയുന്നത്, അതിനിപ്പോ എന്താ, മേരിക്ക് ഇഷ്ടമുള്ള ആരെ വേണമെങ്കിലും വിളിച്ചു വരുത്താമല്ലോ. ഏതായാലും ഞങ്ങൾ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ ഭർത്താവ് പ്രാണകുമാറിന്റെ പ്രാണൻ പോയത് എങ്ങനെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇതേ സമയം ക്രൈംബ്രാഞ്ച് DYSPയും അദ്ദേഹം ക്ഷണിച്ചതനുസരിച്ച് മ്യൂസിയം ഡയറക്ടറും അവിടേക്ക് വരുന്നു. അവരെ സ്വീകരിച്ച് ഇരുത്തിയ ശേഷം CI ശങ്കർ ചോദിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും ദേഷ്യം വന്ന ഡോക്ടർ ഡാവിഞ്ചി പ്രഭാകരൻ വലിയ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, ശരിയാണ്, ഞാനും മേരിയുമായി അടുപ്പമുണ്ട്. പക്ഷേ അത് പ്രാണന്റെ മരണശേഷമാണ് ഉണ്ടായത്. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഒറ്റപ്പെടലായതുകൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ ശങ്കർ പറഞ്ഞു, നിങ്ങൾ ചൂടാവാതെ, ഞങ്ങൾ സദാചാര കമ്മിറ്റിയൊന്നുമല്ല. ഇതൊന്നും ഞങ്ങൾക്കറിയേണ്ട. ഞങ്ങൾക്കറിയേണ്ട മറ്റു ചില കാര്യമുണ്ട്. SI പ്രാണകുമാർ കൊല്ലപ്പെട്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സ്ത്രീയുടെ മുടിയിഴ ഉണ്ടായിരുന്നു. അത് ജ്ഞാനാംബികയുടെ ആണെന്ന് ഞങ്ങൾ വെറുതെ ഒരു തമാശ പറഞ്ഞതാ. ശരിക്കും ആ മുടിയുടെ മാച്ചായത് പ്രാണകുമാറിന്റെ ഭാര്യ മേരി പുഷ്പത്തിന്റെ DNA മേരിയുടെയും ഡോക്ടറുടെയും പുറകെ നിങ്ങൾ പോലും അറിയാതെ ഒരാഴ്ച മുഴുവൻ ഞങ്ങൾ പോലീസുകാരുണ്ടായിരുന്നു. മേരി വിയർക്കാൻ തുടങ്ങി. ഞാനല്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. കൂടാതെ മേരി പറയുന്നുണ്ട്, ഞാൻ അങ്ങേരുടെ ഭാര്യയല്ലേ, എന്റെ മുടി അങ്ങേരുടെ കയ്യിൽ കാണുന്നതിന് എങ്ങനെ തെറ്റു പറയാൻ കഴിയും? അപ്പൊ CI ശങ്കർ പറയുന്നു, അങ്ങനെ വരില്ലല്ലോ, നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് തന്നെ മാസങ്ങളായി എന്നല്ലേ നിങ്ങൾ ആദ്യം എന്നോട് പറഞ്ഞത്? അപ്പൊ മേരി പറഞ്ഞു, അത് ചിലപ്പോ ഈ പച്ചയെങ്ങാനും മനഃപൂർവ്വം എന്റെ മുടിയുടെ എടുത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അയാളുടെ കയ്യിൽ കൊണ്ടിട്ടതാവും. അയാൾ മരിക്കുമ്പോൾ ഞാൻ എന്റെ ഓഫീസിലായിരുന്നു എന്നാണ്. അതിന് ശങ്കർ മറുപടി പറയുന്നത്, സമ്മതിക്കുന്നു, പക്ഷേ 11നും 11:30ക്കും ഇടയിൽ ഈ കൊല നടന്ന സമയത്ത് മേരിയെ ഓഫീസിനുള്ളിൽ ആരും കണ്ടിട്ടില്ല. അപ്പൊ മേരി പറയുന്നു, എനിക്കന്ന് വയറിന് സുഖമില്ലായിരുന്നു. 2-3 തവണ ഞാൻ വാഷ്റൂമിൽ പോയി കുറെ നേരം അവിടെ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തായിരിക്കും ചിലപ്പോൾ എന്നെ ആരും ഓഫീസിൽ കാണാതെ ഇരുന്നത്. അപ്പൊ ശങ്കർ പറയുന്നു, അല്ല, ഓഫീസിന്റെ പിൻഭാഗത്തെ പോക്കറ്റ് ഗേറ്റ് തുറന്ന് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറുമെടുത്ത് നിങ്ങൾ പോകുന്നത് ട്രാഫിക് ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പിന്നീട് അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുന്നതും ക്യാമറയിൽ കാണാം. ഇപ്പൊ മേരിക്ക് മറുപടിയൊന്നും ഇല്ലാതെയായി. ആ സമയത്ത് DYSP ഇടപെട്ടു. ഇനി മേരി കൂടുതൽ കള്ളമൊന്നും പറയാനായിട്ട് നോക്കണ്ട, ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്. മേരി തല കുനിച്ചു നിൽക്കുകയാണ്. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട്, എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ. അപ്പോ CI ശങ്കർ പറഞ്ഞു, ഇതറിയില്ലായിരിക്കാം, പക്ഷേ ഡോക്ടർക്കറിയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ചാഗാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ലീപ്പിംഗ് സിക്നസ് എന്നൊരു രോഗത്തെക്കുറിച്ച് ഡോക്ടർ കേട്ടിട്ടുണ്ടോ? ഇല്ല എന്ന് ഡോക്ടർ മറുപടി പറയുമ്പോൾ ശങ്കർ പറയുന്നുണ്ട്, പക്ഷേ ഡോക്ടറുടെ ലാപ്ടോപ്പിൽ നിന്നും ചാഗാസ് രോഗത്തെക്കുറിച്ചും ഹാർട്ട് പേഷ്യൻസിൽ ഈ രോഗം എങ്ങനെ മരണകാരണമാകുമെന്നതിനെ കുറിച്ചും നിങ്ങൾ അന്വേഷണം നടത്തിയതിന്റെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. SI പ്രാണകുമാറും ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നല്ലോ. ഇത് കേട്ടപ്പോഴും ഡോക്ടർ എനിക്കിതൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ശങ്കർ ചോദിക്കുന്നുണ്ട്, മെക്സിക്കൻ കിസ്സിംഗ് ബഗ് എന്നൊരു പ്രാണിയെ നിങ്ങൾക്കറിയാമോ? അറിയാമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ പോലീസ് ചോദിക്കുന്നു, ഈ പ്രാണിയാണ് ചാഗാസ് രോഗം പരത്തുന്നത്, നിങ്ങൾ എന്തിനാണ് അതിനെ വാങ്ങിച്ചത്? അപ്പോൾ ഡോക്ടർ പറയുന്നു, ഞാൻ സൂവിലെ ഒരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്. എന്താണ് ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, സൂവിലെ മൃഗങ്ങളുടെ ബ്ലഡ് സാമ്പിൾ ശേഖരിക്കാനായിട്ട് ഈ പ്രാണികളെ ഉപയോഗിക്കാൻ സാധിക്കും, അതിനുവേണ്ടിയാണ് ഞാൻ വാങ്ങിച്ചതെന്ന്. സൂചി കൊണ്ട് ബ്ലഡ് എടുക്കാൻ പല മൃഗങ്ങളും സമ്മതിക്കാറില്ല. അപ്പോ ഈ ജീവികളെ മൃഗങ്ങളുടെ മേൽ കയറ്റിവിടും. ഇവർ പോയി ആ മൃഗങ്ങളുടെ ചോര വലിച്ചു കുടിക്കും. അങ്ങനെ എളുപ്പത്തിൽ മൃഗങ്ങളുടെ ബ്ലഡ് സാമ്പിൾ ശേഖരിക്കാമല്ലോ, അതിനുവേണ്ടിയാണ് താൻ ഇവയെ വാങ്ങിച്ചതെന്ന് ഡോക്ടർ ക്ലാരിഫൈ ചെയ്യുന്നു. അപ്പോൾ CI ശങ്കർ ചോദിക്കുന്നുണ്ട്, പക്ഷേ പ്രാണകുമാരിൽ ഈ പദ്ധതി വിജയിച്ചില്ല അല്ലേ? അതിന് പല മറുപടിയും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന ഡോക്ടർക്കെതിരെ ഒരുപാട് തെളിവുകൾ പോലീസുകാർ നിരത്തുന്നുണ്ട്. പോലീസുകാരുടെ തെളിവുകളിലൂടെ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, പ്രാണകുമാർ വാടകയ്ക്ക് താമസിച്ച ആ കൊല നടന്ന വീട്ടിലും ഇവിടെ മേരിയുടെ വീട്ടിലും പലതവണയായി മാൻചൊള്ള എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഈ പ്രാണികളെ കണ്ടതിന്റെ കാരണം ഡോക്ടറായിരുന്നു എന്ന്. കുറച്ചു നാളുകൾക്ക് മുൻപ് ഗ്രൗണ്ട് എന്നറിയപ്പെടുന്ന ആ വാടക വീട്ടിൽ വെച്ച് കള്ളു കുടിച്ച് ബോധമില്ലാതെ കിടന്ന പ്രാണകുമാറിന്റെ ദേഹത്തേക്ക് ഈ പ്രാണിയെ കയറ്റിവിട്ടത് ഡോക്ടറാണ്. അന്ന്
പ്രാണകുമാറിന്റെ വായിലൂടെ ഉള്ളിലേക്ക് ചെന്ന ഈ ജീവിയുടെ വിസർജ്യം മൂലമായി ചാഗസ് എന്ന രോഗം പ്രാണകുമാറിന് അന്ന് പിടിപെട്ടു. ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു. രോഗി മറ്റാരുമല്ല SI പ്രാണകുമാർ തന്നെ. പക്ഷേ അന്ന് വിദഗ്ധരായ ഡോക്ടർമാർ അതിനുള്ള മരുന്നുകൾ കണ്ടുപിടിച്ച് എങ്ങനെയോ അദ്ദേഹത്തെ സുഖപ്പെടുത്തി. പിന്നീട് സുഖം പ്രാപിച്ച് വീട്ടിൽ പോയ SI പ്രാണകുമാർ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇതേ രോഗം ബാധിച്ച് വീണ്ടും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നു. ഈ സമയത്ത് ഡോക്ടർമാർ വളരെ അലേർട്ടായിരുന്നു. രണ്ടാമതും ഡോക്ടർമാർ അദ്ദേഹത്തെ രക്ഷിച്ചു. ഇതിൽ ഫ്രസ്ട്രേറ്റഡ് ആയ ഡോക്ടർ ഡാവിഞ്ചി പിന്നീട് മേരിയെയാണ് ഈ ദൗത്യം ഏൽപ്പിച്ചത്. അങ്ങനെയാണ് വീണ്ടും മേരി നേരിട്ട് തന്നെ ഗ്രൗണ്ടിലേക്ക് ആ ദിവസം വന്ന് ഇതേ പ്രക്രിയ തുടരുന്നത്. അന്ന് പ്രാണകുമാർ ബോധം കെട്ടു എന്നുള്ള സൂചന മേരിക്ക് നൽകാനായിട്ട് ഡോക്ടറുടെ ഒരു ഫോൺ കോൾ മേരിയുടെ ഫോണിലേക്ക് ആ സമയം വന്നതായി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ മേരിയും ഡോക്ടറും ഒരു മറുപടിയും ഇല്ലാതെ തല കുനിച്ചു നിൽക്കുകയാണ്. അപ്പോൾ DYSP മേരിയോട് പറയുന്നുണ്ട്, ഭർത്താവിന്റെ കൂട്ടുകാരനെ ഇഷ്ടമാണെങ്കിൽ അന്തസ്സായി ഡിവോഴ്സ് വാങ്ങി പോണം, അല്ലാതെ കൊലപാതകമല്ല അതിനുള്ള വഴി. അപ്പോൾ പച്ചേ ചോദിക്കുന്നുണ്ട്, അപ്പോ സാർ ആ ബോക്സിംഗ് ഗ്ലൗവോ? അപ്പോൾ CI പറയുന്നുണ്ട്, അതും ഈ ഡോക്ടറുടെ ബുദ്ധിയാണ്. മരണശേഷം പ്രാണകുമാറിന്റെ മുഖം ബോക്സിംഗ് ഗ്ലൗസ് ഉപയോഗിച്ച് ഇടിച്ചു തകർത്തത് ഈ ഡോക്ടർ തന്നെയാണ്. അതിനുപയോഗിച്ച ഗ്ലൗസ് ഒരെണ്ണം തെളിവിനായിട്ട് അതേ പുരയിടത്തിൽ ഇടുകയും അതിന്റെ പേരായ മറ്റേത് അന്ന് പ്രാണകുമാറുമായി വഴക്കടിക്കാൻ വന്ന ജ്ഞാനാംബികയുടെ കാറിൽ ഇടുകയും ചെയ്തു, പോലീസുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ. ജ്ഞാനാംബികയെ ഒരു ബോക്സിംഗ് ഗ്ലൗ വെച്ച് ടാർഗറ്റ് ചെയ്യാൻ കാരണം പലപ്പോഴായി ജ്ഞാനാംബിക പച്ചയ്ക്ക് അയച്ച കത്തുകൾ പച്ചയറിയാതെ ഡോക്ടർ വായിച്ചിരുന്നു. അതിൽ ജ്ഞാനാംബിക താൻ ബോക്സിംഗ് പഠിക്കാൻ പോകുന്ന കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് വായിച്ചതുകൊണ്ടാണ് ഡോക്ടറുടെ ബുദ്ധിയിൽ ഇങ്ങനെ ഒരു കാര്യം ഉദിച്ചു വന്നത്. തന്റെ പ്ലാൻ പ്രകാരം ജ്ഞാനാംബികയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്ന് കണ്ടപ്പോൾ ഡോക്ടർ അതിയായി സന്തോഷിച്ചു. എല്ലാം കഴിഞ്ഞെന്ന് കരുതി രാത്രി തന്റെ കാമുകിയെ കാണാനെത്തിയതോടെ നിങ്ങൾ കുടുങ്ങി ഡോക്ടർ. ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. ഇപ്പോൾ ഡോക്ടർ പിന്നെയും പറയുന്നുണ്ട്, ഞാനല്ല ഇതൊക്കെ ചെയ്തത്, ആ പച്ചേ തന്നെയാണ്, അവൻ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന്. അപ്പോ CI ശങ്കർ ചിരിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ 2 തവണ കൊല്ലാൻ നോക്കിയ പ്രാണകുമാറിനെ രക്ഷിച്ചവനാണ് അവൻ. ഇത് കേട്ട് പച്ചേ പറയുന്നുണ്ട്, ഒരു ദിവസം ബോധമില്ലാതെ കിടക്കുന്ന പ്രാണകുമാറിന്റെ മേലേക്ക് ആ പ്രാണിയെ ഡോക്ടർ ഇടുന്നത് ഞാൻ കണ്ടിരുന്നുവെന്ന്. ഡോക്ടർ കൊണ്ടുവന്ന ആ ഡപ്പിക്ക് മുകളിൽ ആ പ്രാണികളുടെ പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നറിയാൻ ക്യൂരിയോസിറ്റി തോന്നിയ പച്ചൈ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ആ പ്രാണി കടിച്ചാലുണ്ടാകുന്ന ദൂഷ്യവശങ്ങളും അങ്ങനെ സംഭവിച്ചാൽ എന്ത് മരുന്ന് കൊടുക്കണം എന്നൊക്കെയും ഗൂഗിളിൽ കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ മുൻപ് പറഞ്ഞതുപോലെ വളരെ നന്നായി മരുന്നുകളുടെ പേര് ഓർമ്മയിൽ വെക്കുന്ന ആളാണല്ലോ പച്ചൈ. അപ്പോൾ അവനത് മൃഗശാലയിൽ ചെന്ന് ആ മരുന്നെടുത്ത് വൈകുന്നേരങ്ങളിൽ പ്രാണകുമാറിന് മദ്യത്തിനൊപ്പവും കുപ്പിവെള്ളത്തിലും ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. കൃത്യമായ ഡോസും കൊടുക്കേണ്ട സമയവും ഒന്നും അറിയില്ലായിരുന്നു എങ്കിൽ പോലും അവൻ തന്നെ കൊണ്ട് പറ്റിയതുപോലെ പ്രാണകുമാറിനെ സഹായിച്ചു. പ്രാണകുമാറിനോട് അവന് വെറുപ്പുണ്ടായിരുന്നുവെങ്കിലും ഒരു മനുഷ്യനെ എങ്ങനെയാണ് കൊല്ലാനായി വിടുക? പ്രാണകുമാർ തന്നെ ഇതുവരെയും പോലീസിൽ ഏൽപ്പിക്കാതിരുന്നതിലുള്ള നന്ദിയും അവനുണ്ടായിരുന്നു. അങ്ങനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഡോക്ടറും മേരിയും പോലീസ് കസ്റ്റഡിയിൽ ആകുന്നു. ഇപ്പോൾ സിദ്ധനുണ്ണിയുടെ വീട്ടിൽ സന്തോഷമായിരിക്കുകയാണ് പച്ചയും ജ്ഞാനാംബികയും. സിദ്ധനുണ്ണിയുടെ ഫാമിലിയും കൂടെയുണ്ട്. ഈ സമയത്ത് പച്ചയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ഏതോ ഒരു മീശയക്കാരൻ എന്നറിയപ്പെടുന്ന ആളാണ് ഫോൺ സംസാരിച്ചത്. ഫോൺ എടുത്ത് പച്ച അയാളോട് പറയുന്നുണ്ട്, നാളെ രാവിലെ ഞാൻ ചെന്നൈയിലേക്ക് മടങ്ങിപ്പോകുമെന്നും പിന്നീട് കാര്യങ്ങളൊക്കെ നോക്കാമെന്നും. ഫോൺ വെച്ചപ്പോൾ എന്താണ് കാര്യമെന്ന് ജ്ഞാനാംബിക ചോദിച്ചപ്പോൾ സൂയിലെ ഒരു വിഷയമാണെന്നാണ് പച്ചയെ മറുപടി കൊടുത്തത്. പിന്നീട് അന്ന് രാത്രി പച്ചയും ജ്ഞാനവും ഒരുപാട് കാര്യങ്ങൾ തങ്ങളുടെ ലൈഫിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. പച്ചയാണെങ്കിൽ ഒരു സ്കാവഞ്ചർ ആയിട്ടുള്ള തന്റെ ജോലിയെ പറ്റി വളരെ ആത്മാർത്ഥമായി ജ്ഞാനാംബികത്തോട് വിവരിക്കുന്നുണ്ട്. കൂടാതെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യവും കൂടെ പച്ചെ ജ്ഞാനാംബികയോട് പറയുന്നുണ്ട്. മൃഗശാലയിൽ അവനെന്ന് ഒരു പുലിയുടെ കൂട്ടിൽ കയറിയിരുന്നല്ലോ. തമിഴ്നാട്ടിലുള്ള കുറച്ച് ആളുകൾ ആ പുലിയെ അവർക്ക് കൊടുക്കാമെങ്കിൽ അവന് കാശ് തരാമെന്ന് പറഞ്ഞിരുന്നു. അവനാണെങ്കിൽ ആ കാശ് കൈപ്പറ്റുകയും ചെയ്തു. പകരം ആ പുലി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അതിനെ എടുത്തുകൊള്ളാൻ പറഞ്ഞ ശേഷം അതിന്റെ താക്കോൽ സാധാരണ എവിടെയാണ് വെക്കുന്നതെന്ന് ആ ആളുകൾക്ക് അവൻ പറഞ്ഞു കൊടുത്തു. CCTVയിൽ പെടാതെ എങ്ങനെ പോകാമെന്നുള്ള കാര്യവും പച്ചൈ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അതിന് ജ്ഞാനാംബിക മറുപടി പറയുന്നുണ്ട്, മതി, ഇതൊക്കെ ഇനി വേണ്ട. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കാശുണ്ടല്ലോ, ഇനി ഒന്നിനും നമ്മൾ പോകണ്ട. നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം. നമ്മളെ തേടി ഇനി ആരും വരാൻ പാടില്ല. പക്ഷേ തനിക്ക് ബാബുത്തെ മാത്രമേ പേടിയുള്ളൂ എന്നും അവൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്.
അപ്പോൾ പച്ചയെ പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, അവൻ ഇനി ഒരിക്കലും നമ്മളെ തേടി വരില്ല. അതെന്താ നിനക്ക് ഇത്ര ഉറപ്പെന്ന് അവൾ ചോദിക്കുമ്പോൾ പച്ചയെ മറുപടി പറയുന്നത്, അതൊക്കെയുണ്ട്, അതൊക്കെ ഒരു വിശ്വാസമാണ്, നീ ഉറങ്ങിക്കോ എന്നാണ്. ഇതിനു ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പച്ചയെ ശരിക്കും ബാബുത്തെ കൊലപ്പെടുത്തിയിരുന്നു. പച്ചയെ തേടി ഒരിക്കൽ മൃഗശാലയിൽ വന്ന അയാളെ പച്ചയെ കൊന്ന് മൃഗങ്ങളെ കുഴിച്ചിടുന്ന അതേ സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. പിന്നീട് ആ ശവം അസ്ഥിയായി കഴിഞ്ഞപ്പോൾ അതിനെ എടുത്ത് മൃഗങ്ങളുടെ അസ്ഥി പൊടിക്കുന്നതോടുകൂടെ പൊടിച്ചു. അങ്ങനെ ബാബുത്തയുടെ അസ്ഥികൾ തവിട് പൊടിയാക്കിയ ശേഷം അതെടുത്ത് മൃഗശാലയിലെ വെർമി കമ്പോസ്റ്റ് യൂണിറ്റിലേക്ക് തട്ടിയിട്ടു. പിന്നീട് ആ വെർമി കമ്പോസ്റ്റ് വളം അത് വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് വിൽക്കുകയും ചെയ്തു. അങ്ങനെ ബാബുത്തയുടെ ഒരു തരി പോലും ഈ ലോകത്ത് മിച്ചമില്ലാതെ അയാളെ മുഴുവനായിട്ടും പച്ചൈ അപ്രത്യക്ഷമാക്കി. തങ്ങളെ ശല്യം ചെയ്യാൻ ഇനി ആരും ഇല്ല എന്നുള്ളതിന്റെ തിരിച്ചറിവും ഇനി മുന്നിട്ടുള്ള തങ്ങളുടെ സന്തോഷകരമായ ജീവിതവും ഓർത്തുകൊണ്ട് പച്ചയുടെ ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി വിടരുന്നുണ്ട്. അങ്ങനെ പച്ചയുടെയും ജ്ഞാനാംബികയുടെയും സന്തോഷപൂർണമായ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ആ പ്രതീക്ഷ കാണിച്ചുകൊണ്ട് സ്കാവഞ്ചർ എന്ന ഈ നോവൽ GR ഇന്ദുഗോപൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്കാവഞ്ചറായി വർക്ക് ചെയ്തിരുന്ന പച്ചയുടെ ജീവിതം ഒരു കഥയായി മാത്രം കാണുന്നതിന് പകരം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. മൃഗശാലയിലെ സ്കാവഞ്ചർ എന്ന തസ്തിക ഇപ്പോഴും തുടരുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന്. ഇങ്ങനെ മനസ്സോടെയും മനസ്സില്ലാതെയും ഈ ജോലി ചെയ്യുന്ന എത്രയോ പേർ. ഈ കഥ വായിക്കുമ്പോൾ ഇതിലെ സംഭവങ്ങളെല്ലാം നേരിട്ട് കണ്ട ഒരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. അതാണ് GR ഇന്ദുഗോപന്റെ രചനാ ശൈലി. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു സ്കാവഞ്ചർ എന്ന നോവൽ? നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണേ. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിലും മികച്ച ഒരു സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം. Until then, bye from Spoken Volumes.